ഹൈപ്പർ ടെൻഷൻ അഥവാ പ്രഷർ രോഗികളുടെ എണ്ണം കൂടി വരികയാണ്. 3ഉം 4ഉം മരുന്നുകൾ കഴിച്ചിട്ടും പ്രഷർ നിയന്ത്രിക്കാനാവാത്തവരുടെയും മരുന്നുകൾ കൃത്യതയോടെ കഴിച്ചിട്ടും സ്ട്രോക്കും ഹാർട്ട് അറ്റാക്കും വൃക്കത്തകരാറും ഒക്കെ ഉണ്ടാകുന്നവരുടെയും എണ്ണം കൂടി വരുന്നു. പ്രഷർ രോഗികൾ എല്ലാം തന്നെ സ്ട്രെസ്സും ടെൻഷനും മാനസിക പിരിമുറുക്കവും പോലുള്ള അസ്വസ്ഥതകളും അനുഭവിക്കുന്നവരാണ്. സ്ട്രെസ് ഉണ്ടാകുമ്പോഴാണ് പ്രഷർ കൂടുന്നത്. പ്രഷറും സ്ട്രെസ് അഥവാ മാനസിക പിരിമുറുക്കവും തമ്മിൽ എന്താണ് ബന്ധം? ഡാഷ് ഡയറ്റ് അഥവാ ഡയറ്ററി അപ്രോച്ച് ടു സ്റ്റോപ്പ് ഹൈപ്പർ ടെൻഷൻ എന്നാൽ എന്താണ്? ഡാഷ് ഡയറ്റിലൂടെ അഥവാ ഭക്ഷണ ക്രമീകരണത്തിലൂടെ അമിത രക്തസമ്മർദ്ദം മാറ്റാൻ കഴിയുമോ? ഡാഷ് ഡയറ്റിൻ്റെ ശാസ്ത്രം എന്താണ്? ഡാഷ് ഡയറ്റ് എങ്ങനെ പ്രായോഗികമാക്കാം? ഒരു ഹെൽത്ത് ടിപ്പ് തരിക എന്നതിനുപരി ഈ രോഗത്തിൻ്റെ കാരണങ്ങളെയും രോഗം നേരത്തെ കണ്ടെത്താനുള്ള മാർഗങ്ങളെയും രോഗം ശരീരത്തെ എത്രമാത്രം ബാധിച്ചു എന്ന് മനസ്സിലാക്കാനുള്ള പരിശോധനാ രീതികളെയും മോഡേൺ മെഡിസിനിൽ ലഭ്യമായ ചികിത്സാ രീതികളെയും അവയുടെ ഗുണദോഷങ്ങളെയും പരിമിതികളെയും കുറിച്ച് അറിവ് നൽകുകയും ഒപ്പം തന്നെ ജീവിതശൈലിയുമായി ഈ രോഗങ്ങൾക്കുള്ള ബന്ധവും ജീവിതശൈലി ക്രമപ്പെടുത്തുന്നതിലൂടെ രോഗപ്രതിരോധവും രോഗമുക്തിയും എങ്ങനെ സാധ്യമാക്കാമെന്നും മനസ്സിലാക്കാൻ സഹായിക്കുക എന്നതാണ് ഇതിലൂടെ ലക്ഷ്യമിടുന്നത്. അതിനാൽ വീഡിയോ കുറച്ച് നീണ്ടുപോകാം. കൂടുതലായി ഈ രോഗത്തെക്കുറിച്ചും അത് എങ്ങനെയാണ് ആരോഗ്യത്തെ പ്രതികൂലമായി ബാധിക്കുന്നത് എന്നറിയാനും മനസ്സിലാക്കി അതിൽ നിന്ന് മോചനം നേടാനും ആഗ്രഹിക്കുന്നവർക്ക് വേണ്ടിയാണിത്. മരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുന്ന രോഗികൾ പരിശോധനകൾ നടത്തി ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം മാത്രമേ മരുന്നുകൾ കുറയ്ക്കുകയോ നിർത്തുകയോ ചെയ്യാവൂ എന്ന കാര്യം പ്രത്യേകം ഓർമ്മിക്കണം. ഏത് ആരോഗ്യ പ്രശ്നമാണെങ്കിലും അല്ലെങ്കിൽ ഏത് രോഗമാണെങ്കിലും നമുക്കതിൽ നിന്ന് മോചനം നേടണമെന്നുണ്ടെങ്കിൽ ആ രോഗത്തെക്കുറിച്ചും അത് വരാനുള്ള കാരണം എന്താണെന്നുള്ളതിനെക്കുറിച്ചും ഒരു ബേസിക് ആയിട്ടുള്ള അറിവുണ്ടായാൽ മാത്രമേ പറ്റുള്ളൂ. അപ്പം പ്രഷർ നമ്മുടെ ഇടയിൽ ഏറ്റവും കൂടുതലുള്ള ഒത്തിരി പേര് പ്രഷറിന് മരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുന്നവർ പലരും കാണാം 10-25 വയസ്സായപ്പോൾ മുതലേ മരുന്ന് കഴിച്ച് 10-25 വയസ്സിൽ ഒരെണ്ണത്തിൽ തുടങ്ങി ഒരു 50 വയസ്സാകുമ്പോഴേക്കും 3-4 എടുത്താലും ഷുഗർ കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത നിലയിലെത്തുക. അതിനിടയിൽ ഹാർട്ട് അറ്റാക്ക് അല്ലെങ്കിൽ സ്ട്രോക്ക് പോലെയുള്ള പ്രശ്നങ്ങളിലേക്ക് പോവുക. ഈവൻ കിഡ്നി ഫെയിലിയർ, കാഴ്ചക്കുറവ്, പെരിഫറൽ ന്യൂറോപ്പതി അല്ലെങ്കിൽ ആൻജിയോപ്പതി ഇങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ വന്ന് വരുന്നവരുടെ എണ്ണം ഒത്തിരി കൂടി വരുന്നുണ്ട്. അപ്പം നമ്മൾ എങ്ങനെയാണ് എന്തുകൊണ്ടാണ് ഈ പ്രഷർ വരുന്നത് എന്നുള്ളതാണ്, അല്ലെങ്കിൽ പ്രഷറിനെ എങ്ങനെയാണ് നമ്മളുടെ ബോഡി കൺട്രോൾ ചെയ്യുന്നത് എന്നുള്ളതാണ്. ബേസിക്കലി നമ്മളുടെ ബോഡിയിൽ പ്രഷർ കൺട്രോൾ ചെയ്യാനായിട്ട് പല മെക്കാനിസംസ് ഉണ്ട്. അപ്പോൾ അതിൽ വരുന്ന വ്യതിയാനങ്ങളാണ്, അപ്പോൾ അതിൽ വരുന്ന ബ്ലോക്കോ അല്ലെങ്കിൽ അതിൽ വരുന്ന പ്രശ്നങ്ങളോ ആണ് ഈ പ്രഷർ കൂടാനായിട്ടുള്ള കാരണം. ഏറ്റവും പ്രധാനമായിട്ട് ന്യൂറോളജിക്കൽ, അതായത് നെർവ്സ് വഴിയുള്ള കൺട്രോള്, അതുപോലെ ഹോർമോൺസ് വഴിയുള്ള കൺട്രോള്. അപ്പോൾ ഈ ന്യൂറോളജിക്കൽ കൺട്രോൾ തന്നെയാണെങ്കിലും അതിൽ നമ്മളുടെ ഓട്ടോണോമിക് നെർവ് സിസ്റ്റം, അതായത് നമ്മളറിയാതെ തന്നെ നമ്മളെ കൺട്രോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്, അതിനാണ് ഓട്ടോണോമിക്, സ്വയം പ്രവർത്തിക്കുന്ന ഓട്ടോണോമിക് നെർവ് സിസ്റ്റം ഉണ്ട്. അതാണ് നമ്മൾ ഏറ്റവും കൂടുതൽ നെർവസായിട്ട് ഇതിൽ അഫക്റ്റ് ചെയ്യുന്നത്. അത് നമ്മളുടെ ഹാർട്ടിലേക്കും എല്ലാ രക്തക്കുഴലുകളിലേക്കും കിടക്കുകയാണ്. അതിൽ ഒരു സിമ്പത്തറ്റിക് ഉണ്ട്, അത് പ്രഷർ കൂട്ടും, പാരാസിമ്പത്തറ്റിക് പ്രഷർ കുറയ്ക്കും. അപ്പോൾ ആ രീതിയിലുള്ള ഒരു സിസ്റ്റം വരുന്നുണ്ട്. അതുകൂടാതെ ഈ പെരിഫറൽ ഈ നമ്മളുടെ ബ്രെയിനുമായിട്ട് കണക്ട് ചെയ്ത് തന്നെ വർക്ക് ചെയ്യുന്ന കീമോ റിസപ്റ്റേഴ്സ്, ബാരോ റിസപ്റ്റേഴ്സ് എന്നൊക്കെ പറഞ്ഞുണ്ട്. അതായത് കീമോ റിസപ്റ്റേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ രക്തക്കുഴലുകൾക്കകത്ത്, പ്രത്യേകിച്ച് വലിയ രക്തക്കുഴൽ അയോട്ടയ്ക്കകത്തൊക്കെ പ്രത്യേക റിസപ്റ്റേഴ്സ് ഉണ്ട്. അതിൽ ഈ ബ്ലഡിലകത്തെ കെമിക്കലുകളും ഒക്കെ കൂടെ, അതായത് സോഡിയം, പൊട്ടാസ്യം ഇങ്ങനത്തെ സാധനങ്ങളും പിന്നെ ഹോർമോൺസും ഒക്കെ ഇതിനെ അഫക്റ്റ് ചെയ്തിട്ട് അത് നെർവ്സിൽ കൂടെ പോയി ബ്രെയിനിനെ കൊണ്ട് കൺട്രോൾ ചെയ്യിപ്പിക്കാൻ നോക്കും. പിന്നെ ബാരോ റിസപ്റ്റേഴ്സ് എന്ന് പറയും, അത് നമ്മുടെ സ്ട്രെച്ച്, അതായത് രക്തക്കുഴലുകളുടെ വികാസവും ചുരുങ്ങിപ്പോകുന്നതും അനുസരിച്ച് കൺട്രോൾ ചെയ്യുന്നതാണ്. പിന്നെ നമ്മുടെ ബ്രെയിനകത്തുള്ള മെഡില്ല, അതായത് നമ്മളുടെ ബ്രെയിൻ സ്റ്റെം എന്നൊക്കെ പറയുന്ന ഭാഗമുണ്ട്, ബ്രെയിൻ്റെ താഴത്തെ ഭാഗം, അവിടെയാണ് ഓട്ടോണോമിക് കൺട്രോൾ, നമ്മുടെ ശ്വാസവും ഹാർട്ട് ബീറ്റും ഒക്കെ കൺട്രോൾ ചെയ്യിപ്പിക്കുന്ന ഒരു ഭാഗം അതാണ്. അതിനാണെങ്കിൽ ശരിക്കും ഓക്സിജനും pH, കാർബൺ ഡൈ ഓക്സൈഡ്, ഓക്സിജൻ, pH, അതിലെ കാർബൺ ഡൈ ഓക്സൈഡും pH ആണ് ഏറ്റവും സെൻസിറ്റീവായിട്ട് മെഡില്ല. ഇപ്പം നമ്മുടെ കാർബൺ ഡൈ ഓക്സൈഡ് കൂടുകയാണെങ്കിൽ
അതനുസരിച്ച് പൾസ് ഹാർട്ട് റേറ്റിനെ കൺട്രോൾ ചെയ്യുക, പൾസ് BP കൺട്രോൾ ചെയ്യാനൊക്കെ അത് ശ്രമിക്കുക എന്നുള്ളതാണ്. നെക്സ്റ്റ് നമ്മൾ നോക്കുമ്പോൾ ഹോർമോണൽ മെക്കാനിസംസ് ആണ്. ഹോർമോൺ മെക്കാനിസംസിലെയും ഈ നെർവസ് മെക്കാനിസംസിനെയും അതുപോലെ ഹോർമോണൽ മെക്കാനിസംസിനെയും കൺട്രോൾ ചെയ്യുന്ന അല്ലെങ്കിൽ ബ്ലോക്ക് ചെയ്യുന്ന തരം മരുന്നുകളാണ് നമുക്ക് BP വേണ്ടിയിട്ടെല്ലാം ഉപയോഗിക്കുന്നത് തന്നെ. അപ്പം ഈ ഹോർമോൺസ് ആണെങ്കിലും ഒരു ഹോർമോണോ 2 ഹോർമോണോ ഒന്നുമല്ല, ടു മെനി ഹോർമോൺസ് ഉണ്ട് ഈ BP കൺട്രോൾ ചെയ്ത് നിർത്താൻ വേണ്ടിയിട്ട് തന്നെ. അതിൽ ഏറ്റവും പ്രധാനം എഡ്രിനൽ ഗ്ലാൻഡ് എന്ന് പറയില്ല, നമ്മുടെ കിഡ്നിയുടെ മുകളിലിരിക്കുന്ന എഡ്രിനൽ ഗ്ലാൻഡ്. അപ്പം അതിനകത്തുനിന്ന് വരുന്ന ഒരു എഡ്രിനാലിൻ എന്നുള്ളൊരു ഹോർമോണുണ്ട്. അതുകൂടാതെ മിനറൽ കോർട്ടിക്കോയിഡ് വിഭാഗത്തിൽപ്പെട്ട ആൾഡോസ്റ്ററോൺ എന്നുള്ള ഒരു ഹോർമോണുണ്ട്. ഈ ആൾഡോസ്റ്ററോൺ ആണ് ഈ സോഡിയം പൊട്ടാസ്യം ബാലൻസ് ഒക്കെ, അതായത് നമ്മുടെ ഇലക്ട്രോലൈറ്റ് ബാലൻസ് ഒക്കെ കീപ്പ് ചെയ്യുന്നത്. ഇലക്ട്രോലൈറ്റ് ബാലൻസ് കീപ്പ് ചെയ്യുന്നതും BP കീപ്പ് ചെയ്യുന്നത് നോർമലൈസ് ചെയ്ത് നിൽക്കുന്നതൊക്കെ ഒരു പാരലൽ മെക്കാനിസംസ് വഴിയാണെന്നുള്ളതാണ്. അതുപോലെ തന്നെ കിഡ്നിക്കകത്തുനിന്ന് വരുന്നൊരു ഹോർമോണുണ്ട്, റെനിൻ എന്ന് പറയും. അതുപോലെ ലിവറിൽ നിന്ന് വരുന്ന ഒരു ഹോർമോൺ പോലെയുള്ള ഒരെണ്ണമുണ്ട്, ആൻജിയോടെൻസിൻ എന്ന് പറയും. അപ്പം ഈ റെനിൻ, ആൻജിയോടെൻസിൻ, ആൾഡോസ്റ്ററോൺ മെക്കാനിസം അതാണ് നമ്മളുടെ ഒരു മേജർ പ്രഷറിനെ കൺട്രോൾ ചെയ്യുന്നത്. അതിനെ ബ്ലോക്ക് ചെയ്യുന്ന മരുന്നുകളാണ് നമ്മൾ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത്. ഒന്നെങ്കിൽ നമ്മൾ ഈ മരുന്ന് പ്രഷറിന് വേണ്ടിയിട്ട് കഴിക്കുന്ന മരുന്ന് ഒന്നെങ്കിൽ കിഡ്നി ആയിരിക്കും, അല്ലെങ്കിൽ നെർവസ് സിസ്റ്റത്തെ ആയിരിക്കും ഇത് ചെയ്യുന്നത്, അതായത് ബ്ലോക്ക് ചെയ്യാനും. നമ്മൾ ബീറ്റാ ബ്ലോക്കേഴ്സ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടല്ലോ, അതൊക്കെ എഡ്രിനൽ ഗ്ലാൻഡിൽ നിന്ന് വരുന്ന എഡ്രിനാലിനെ ബ്ലോക്ക് ചെയ്യുന്നത്. അതാണ് ആൽഫ ബീറ്റാ ബ്ലോക്കേഴ്സ്, എഗണിസ്റ്റ്, എൻറ്റഗണിസ്റ്റ് എന്നൊക്കെ പറഞ്ഞ് കുറേ മരുന്നുകളുണ്ട് ഇന്ന്. പിന്നെ ഉള്ളത് റെനിൻ ആൻജിയോടെൻസിൻ മെക്കാനിസംസിനെ, അതിനകത്ത് AC ഇൻഹിബിറ്റേഴ്സ് അങ്ങനെ പലതും വരുന്നുണ്ട്. ഈ റെനിൻ ആൻജിയോടെൻസിൻ മെക്കാനിസം പോലും അത് കിഡ്നിയിലുണ്ട്, ലിവറിലുണ്ട്, ലങ്ങുമായിട്ട് ബന്ധപ്പെട്ടാണ് വർക്ക് ചെയ്യുന്നത്. അതുപോലെ കിഡ്നി ആൾഡോസ്റ്ററോൺ ദറ്റ് അഡ്രിനൽ ഗ്ലാൻഡിൽ നിന്നുള്ള ഹോർമോണുമായിട്ടാണ്. അപ്പം സോ മെനി ഹോർമോൺസ് ഇൻട്രാക്ട് ചെയ്തുകൊണ്ടാണ് ഇതെല്ലാം വരുന്നത്. അതുപോലെ തന്നെ ബ്രെയിനിൽ നിന്നുള്ള വാസോപ്രസിൻ എന്ന് പറഞ്ഞ വേറൊരു ഹോർമോണുണ്ട്, അത് നമ്മുടെ പോസ്റ്റീരിയർ പിറ്റ്യൂട്ടറിയിൽ നിന്ന് വരുന്നത്. അതുപോലെ ഹാർട്ടിൽ നിന്ന് തന്നെ ഫ്യൂ ഹോർമോൺസ് വരുന്നുണ്ട്, ANB എന്നൊക്കെ പറഞ്ഞ്, ഏറ്റവും ഡയവർട്ടിക് പെപ്റ്റൈഡ് എന്നൊക്കെ പറഞ്ഞ് പല അങ്ങനെ മൾട്ടിപ്പിൾ ഓർഗൻസ്, മൾട്ടിപ്പിൾ ഹോർമോൺസ്, കെമിക്കൽസ് വെച്ചാണ് നമ്മുടെ ബ്ലഡ് പ്രഷറിനെ കൺട്രോൾ ചെയ്യുന്നതെന്നുള്ളതാണ്. അതിൽ തന്നെ നമ്മൾ പലതും ബ്ലോക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പം ഈ മെക്കാനിസംസിനെ ബ്ലോക്ക് ചെയ്യാനാണ് പല മരുന്നുകളും നമ്മൾ ഉപയോഗിക്കുന്നത്. പിന്നെ നമ്മുടെ കാൽസ്യം ചാനൽ ബ്ലോക്കേഴ്സ് എന്ന് പറഞ്ഞ വേറൊരു ഗ്രൂപ്പാണ് നമ്മൾ വേറൊരു ഇതിൽ ഉപയോഗിക്കുന്നത്. ഈ കാൽസ്യം ചാനൽ ബ്ലോക്കേഴ്സ് ആണെങ്കിലും ആക്ട് ചെയ്യുന്നത് നമ്മളുടെ മസിൽ കൂടെയും അതുപോലെ തന്നെ നെർവ്സ് വഴിയുള്ള കൺട്രോളിലാണ്. അതായത് പാരാസിമ്പത്തറ്റിക്, സിമ്പത്തറ്റിക് നെർവസ് സിസ്റ്റത്തിൻ്റെ ആക്ടിവേഷനും സ്റ്റിമുലേഷനും അല്ലെങ്കിൽ അതിനെ സപ്രസ് ചെയ്തും ഒക്കെയാണ് അതും വർക്ക് ചെയ്യുന്നത്. വേറൊരു മെക്കാനിസം നമ്മുടെ രക്തക്കൊഴലുകളിൽ തന്നെ ഉണ്ടെന്നുള്ളതാണ്. അതായത് നമ്മൾ രക്തക്കൊഴലുകൾക്ക് തന്നെ വികസിക്കാനും ചുരുങ്ങാനും ഉള്ള കപ്പാസിറ്റി ഉണ്ട്. അതിന് വേണ്ടിയിട്ടുള്ള സ്പെഷ്യൽ കെമിക്കൽസ് ഉണ്ടാക്കുന്നുണ്ട്. അതിനാണ് ഒന്ന് നൈട്രസ് ഓക്സൈഡ് എന്ന് പറയും, അതുപോലെ എൻഡോത്തിലിൻ എന്ന് പറഞ്ഞു, എൻഡോത്തിലിൻ ഡയലറ്റേഴ്സ് എന്ന് പറഞ്ഞുകൊണ്ട്, എൻഡോത്തിലിൻ ഡയലറ്റേഴ്സ് എന്ന് പറഞ്ഞുകൊണ്ട്, അതുപോലെ കൺസ്ട്രക്റ്റേഴ്സ് എന്ന് പറഞ്ഞിട്ട് വേറെ കാര്യങ്ങളുണ്ട്. പിന്നെ ഇതിലൊക്കെ വരുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ആത്രോസ്ക്ലെറോസിസ്, അതായത് നമ്മുടെ രക്തക്കൊഴലിൽ കൊഴുപ്പടിയുമല്ലോ, അങ്ങനെ വരുമ്പോൾ അതിന് വരുന്ന ഈ കെമിക്കലുകൾക്കൊക്കെ ഉണ്ടാകുന്ന വേരിയേഷനുമാണ് പലപ്പോഴും നമുക്ക് പ്രഷർ കൂടാനുള്ള കാരണമാണ്. അത് മാത്രമല്ല ഈ നൈട്രസ് ഓക്സൈഡ് പോലെയുള്ള വാസോ ഡയലറ്റേഴ്സ് അത് ഉണ്ടാക്കാൻ പറ്റാതെ വരും. നമ്മുടെ എൻഡോത്തീലിയം, അതായത് രക്തക്കൊഴലുകൾക്ക് വരുന്ന ഡാമേജ് ആണല്ലോ ഈ ആത്രോസ്ക്ലെറോസിസ് അല്ലെങ്കിൽ കൊഴുപ്പടിഞ്ഞു വരുന്നത്. അപ്പം ഇങ്ങനെ വേണ്ട ഡയലേറ്റ് ചെയ്ത്, അതായത് രക്തക്കൊഴലുകളുടെ അതിനെ ഒരു സ്റ്റിഫല്ലാതെ സ്മൂത്താക്കി നിർത്തുന്ന, അതായത് അതിനെ റിലാക്സ്ഡ് ആക്കി നിർത്താനുള്ള കഴിവ് കൊടുക്കുന്ന സാധനങ്ങൾ ഇങ്ങനെയുള്ളതിൽ കുറഞ്ഞു പോകും. അപ്പോൾ ഈ പ്രഷർ കൂടാനുള്ള പലരിലും, നമ്മൾ പ്രഷർ കൂടുന്നവരിൽ നമ്മൾ നോക്കിയാൽ മതി, ആത്രോസ്ക്ലെറോസിസ് ഓൾറെഡി വന്നിട്ടുണ്ടാവും. ഈ ആത്രോസ്ക്ലെറോസിസ് വരുമ്പോഴാണല്ലോ ഹാർട്ടിൽ ബ്ലോക്ക് വരിക, കാലിൽ രക്തക്കൊഴലുകളിൽ ബ്ലോക്ക് വന്നു കഴിഞ്ഞാൽ പെരിഫറൽ ആർട്ടറി ഡിസീസ് വരും. അങ്ങനെ കിഡ്നിയിലേക്കുള്ള രക്തക്കൊഴലുകളിൽ ഈ കൊഴുപ്പടിഞ്ഞ് ബ്ലോക്ക് വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ റെനിൻ തന്നെ കൂടും. റെനിൻ കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ BP കൂടും. അപ്പം
അങ്ങനെ നമ്മളുടെ ഈ രക്തക്കൊഴലുകൾക്ക് വരുന്ന ഡാമേജും കൂടെയാണ് ഇതിനകത്തേക്ക് ഏറ്റവും കൂടുതലായിട്ട് ഈ BP കൂടാനുള്ള കാരണം വരുന്നത്. പിന്നെ വേറൊരു മെക്കാനിസം എന്താണെന്ന് വെച്ചാൽ ഏതെങ്കിലും ഒരു പാർട്ടിന് രക്തഓട്ടം കിട്ടുന്നില്ലെങ്കിൽ, അപ്പം നമ്മളുടെ രക്തക്കൊഴലുകൾ അടഞ്ഞിരിക്കുക, അപ്പം ഏത് കാലിലേക്ക് രക്തഓട്ടം കിട്ടുന്നില്ല, അല്ലെ കൈയിലേക്കുള്ള രക്തഓട്ടം കിട്ടുന്നില്ല, ഓർ കിഡ്നിയിലേക്ക് ആവശ്യത്തിന് രക്തയോട്ടം കിട്ടുന്നില്ല, ഓർ ഹാർട്ടിന് രക്തയോട്ടം കിട്ടുന്നില്ല. അപ്പോൾ എന്താ നമ്മൾ ചെയ്യുക? ബോഡി അതനുസരിച്ച് ഈ കെമിക്കൽസിനെയൊക്കെ വിട്ട് കൂടുതൽ പ്രഷറിൽ ഹാർട്ടിനോട് പമ്പ് ചെയ്യാൻ പറയും. അപ്പോൾ കൂടുതൽ പാർട്ടിലോട്ട് പമ്പ് ചെയ്യിക്കുക എന്നുള്ളതാണ് പിന്നെ എങ്ങോട്ടെങ്കിലും ഇല്ലാത്തടത്തേക്ക് രക്തം കിട്ടിക്കാനുള്ള ഇത് വരുന്നത്. അപ്പം അതുപോലെ തന്നെ ഇപ്പം രക്തക്കൊഴലുകൾ ഇൻഫ്ലമേഷൻ വന്ന് ഈ കൊഴുപ്പൊക്കെ അടിഞ്ഞ് ആത്രോസ്ക്ലെറോസിസ് വന്ന് അല്ലെങ്കിൽ കാൽസിഫിക്കേഷൻ വന്ന് ഇപ്പോൾ നമുക്ക് കാണാമല്ലോ, ഈ നമ്മൾ ഹാർട്ടിന് വേണ്ടിയിട്ട് ഹാർട്ടിൻ്റെ ഇതിന് വേണ്ടിയിട്ട് നമ്മൾ CT ആൻജിയോഗ്രാം ഒക്കെ എടുക്കുമ്പോൾ അതിന് കാൽസിഫിക്കേഷൻ വന്നു. അപ്പം ഹാർട്ടിൻ്റെ രക്തക്കൊഴലുകളിൽ മാത്രമല്ല കാൽസിഫിക്കേഷൻ വരുന്നത്, ഓൾ ത്രൂ ഔട്ടുള്ള ബ്ലഡ് വെസൽസിൽ വരികയാണ് ഇന്ന്. അപ്പോൾ കാൽസിഫിക്കേഷനൊക്കെ വന്നു കഴിഞ്ഞാൽ നമ്മുടെ കാട്ട് പമ്പ് ചെയ്യുമ്പം രക്തക്കൊഴലുകൾ വികസിച്ച് അതേ സമയത്ത് അത് എല്ലായിടത്തോട്ടും പോവുകയും ചെയ്യണം. അപ്പോൾ അതിന് വികസിക്കാനുള്ള ശേഷി കുറഞ്ഞു പോകും. അതുകൊണ്ട് തന്നെയാണ് ഈ ബ്ലഡ് പ്രഷർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണെന്നും കൂടെ നമ്മൾ മനസ്സിലാക്കണം. അത് ബ്ലഡ് പ്രഷർ എന്ന് പറയുന്നത് നമ്മളുടെ ബ്ലഡ് ഫ്ലോ ചെയ്യുമ്പോൾ ആ രക്തക്കൊഴലുകളിൽ ഉണ്ടാക്കുന്ന പ്രഷറാണ് ഈ പ്രഷർ എന്ന് പറയുന്നത് ശരിക്കും. അപ്പോൾ ആ രക്തക്കൊഴലുകൾക്ക് വികസിക്കാനുള്ള കഴിവ് നഷ്ടപ്പെട്ടു പോകുമ്പോൾ പ്രഷർ കൂടും. ഓർ എവിടെയെങ്കിലും ഈ ബ്ലോക്കുകൾ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഹാർട്ട് മോർ ശക്തിയിൽ പമ്പ് ചെയ്യാൻ നോക്കും. ഈവൻ ഹാർട്ടിനകത്തെ രക്തക്കൊഴലുകൾക്ക് ബ്ലോക്ക് വന്നു കഴിഞ്ഞാൽ ഹാർട്ട് ശക്തിയിൽ പമ്പ് ചെയ്യാൻ നോക്കും. അപ്പം നാച്ചുറലി നമുക്ക് കാണാം, നമ്മൾ ഈ ഹാർട്ട് ബ്ലോക്ക് വരുന്ന അല്ലെങ്കിൽ സ്റ്റെൻറ്റ് ഇടണമെന്ന് പറയുന്ന അല്ലെങ്കിൽ ബൈപ്പാസ് ചെയ്യുന്നതെന്ന് പറയുന്ന പേഷ്യൻസിനെല്ലാം തന്നെ പ്രഷർ ഉണ്ടാവും. പ്രഷറും അല്ലെങ്കിൽ ഡയബറ്റീസും കൊണ്ടുവന്നു. ഡയബറ്റീസ് വന്ന് കുറച്ച് നാൾ കഴിയുമ്പോഴേക്കും നാച്ചുറലി അവർക്കൊക്കെ പ്രഷറിൻ്റെ മരുന്നും കൂടെ എടുക്കേണ്ടി വരുന്നുണ്ടെന്നുള്ളതാണ്. അപ്പോൾ ഇതൊക്കെ ഈ ബ്ലോക്കുകൾ ഡെവലപ്പ് ചെയ്യുന്നതുകൊണ്ടും രക്തക്കൊഴലുകൾ സ്റ്റിഫായി പോകുന്നതുകൊണ്ടുമാണ്. പിന്നെ വേറൊരു ഇമ്പോർട്ടൻറ്റ് കാര്യം എന്താണെന്ന് വെച്ചാൽ പ്രഷറുമായിട്ട് കണക്ട് ചെയ്ത് നമ്മൾ അറിയേണ്ടത്, പ്രഷർ ഉള്ളവർക്ക് നമ്മൾ എന്തെങ്കിലും സ്ട്രെസ്സ് വന്നു കഴിയുമ്പോൾ പ്രഷർ കൂടും. അതെല്ലാവരും നോട്ടീസ് ചെയ്തിട്ടുണ്ടാവും. അല്ലാത്തപ്പോൾ വലിയ പ്രശ്നമൊന്നും ഇല്ലായിരിക്കും, പക്ഷേ സ്ട്രെസ്സ് വന്നു കഴിയുമ്പോൾ കൂടും. അതിൽ ഏറ്റവും നല്ല എക്സാമ്പിളാണ് വൈറ്റ് കോളർ സിൻഡ്രോം. ചിലർ വീട്ടിൽ വെച്ച് നോക്കുമ്പോൾ പ്രഷർ ഒരു കുഴപ്പമില്ലായിരിക്കും, പക്ഷേ ഹോസ്പിറ്റലിൽ വന്നു കഴിഞ്ഞ് നഴ്സോ അല്ലെങ്കിൽ ഡോക്ടറോ ആരെങ്കിലും ഒന്ന് BP എടുക്കാൻ നോക്കുമ്പോഴേക്കും BP ഷൂട്ടപ്പ് ചെയ്യും. അതും കുറച്ചൊന്നും ആയിരിക്കില്ല, 180, 110, 200, 120 എത്ര BPയിലേക്ക് പോകും. അപ്പം അത് സ്ട്രെസ്സ് വരുമ്പോൾ അങ്ങനെയുള്ളവർക്ക് ഈ ഹോസ്പിറ്റലിൽ വൈറ്റ് കോളർ കാണുമ്പോൾ മാത്രമല്ല, മറ്റ് എന്തെങ്കിലും ഒരു സ്ട്രെസ്ഫുൾ സിറ്റുവേഷൻ വരുമ്പോഴേക്കും ഇവരുടെ ബ്ലഡ് ഷൂട്ടപ്പ് ആവും. അപ്പോൾ അങ്ങനെ ഷൂട്ടപ്പ് ആകുന്ന പ്രഷർ മിക്കവാറും ഏത് മരുന്ന് വെച്ച് കഴിഞ്ഞാലും അത്ര കൺട്രോൾ കിട്ടുകയില്ല എന്നുള്ളതാണ്. പിന്നെ അങ്ങനെയുള്ള സ്ട്രെസ്സ് കൊണ്ട് വരുന്ന പ്രഷറിനെ കൺട്രോൾ ചെയ്യാനായിട്ട് ആൻറ്റി സ്ട്രെസ് ഹോർമോൺ പോലെയുള്ള, അതായത് അഡ്രിനാലിനെ ബ്ലോക്ക് ചെയ്യുന്ന ടൈപ്പ് ബീറ്റ ബ്ലോക്കേഴ്സും അതുപോലത്തെ മരുന്നുകളാണ് പിന്നെ അങ്ങനെയുള്ളവർക്ക് ഇഫക്റ്റീവ് വരുന്നത്. അല്ലാത്ത മരുന്നുകളൊന്നും തന്നെ, അതായത് നമ്മൾ ഈ AC ഇൻഹിബിറ്റേഴ്സ്, മാരബീസ് അങ്ങനത്തെ കുറേ ഈ റെനിൻ ആൻജിയോടെൻസിൻ മെക്കാനിസത്തെ ബാധിക്കുന്നതും കാൽസ്യം ചാനൽ ബ്ലോക്കേഴ്സ് ഗ്രൂപ്പിലുള്ള മരുന്നുകളൊന്നും ഇങ്ങനത്തെ സ്ട്രെസ്സ് BPക്ക് പ്രയോജനം ചെയ്യുകയില്ല. അത് ആ സ്ട്രെസ്സ് കുറയ്ക്കുന്ന. അപ്പം ബേസിക്കലി എന്താ സംഭവിക്കുന്നത്, രണ്ടിലും ഈ പ്രഷറിനാണെങ്കിലും വരുന്നതും ഈ നമ്മുടെ സ്ട്രെസ്സ് ഉണ്ടാക്കുന്നതും ഏകദേശം ഒരേ മെക്കാനിസം വഴിയാണ്. അത് എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മൾ പ്രഷറുള്ളവരോടൊക്കെ നമ്മൾ സോഡിയം കുറയ്ക്കാൻ പറയുമല്ലോ, ഉപ്പിൻ്റെ അളവ് കുറയ്ക്കാൻ പറയല്ലേ. അത് ഇലക്ട്രോലൈറ്റ്സിൽ സോഡിയം കൂടുകയും പൊട്ടാസ്യം കുറയുകയും ചെയ്യുമ്പോഴാണ് നമുക്ക് പലപ്പോഴും BP കൂടുന്നത്. അപ്പം മരുന്ന് വെച്ചാണെങ്കിലും നമ്മൾ അതാണ് നോക്കുന്നത്, സോഡിയത്തിൻ്റെ അളവ് കുറയ്ക്കാനും പൊട്ടാസ്യത്തിൻ്റെ അളവ് കൂട്ടാനുമാണ് നോക്കുന്നത്. നമ്മളുടെ കിഡ്നിക്ക് ഒരു ഇൻഹറൻ്റ് ആയിട്ടുള്ളൊരു കപ്പാസിറ്റി എന്താണെന്ന് വെച്ചാൽ, പൊട്ടാസ്യം ഇത് പുറത്തേക്ക് കളയും, സോഡിയത്തെ പിടിച്ചു നിർത്താൻ നോക്കും. കാരണം എന്താണെന്ന് വെച്ചാൽ, നമുക്ക് ഈ കടൽ സൈഡിലുള്ളവർക്കല്ലാത്ത ഇങ്ങനെ ഈ ഹില്ലി ഏരിയസിലൊന്നും നമുക്ക് സോഡിയം കിട്ടാൻ മാർഗ്ഗമില്ല. മിക്കവാറും നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിലൊന്നും ആക്ച്വലി സോഡിയം ഇല്ല. നമ്മൾ കഴിക്കുന്ന പഴമാണേലും പച്ചക്കറി ആണേലും അരിയാണേലും ഗോതമ്പാണേലും ഒന്നിലും സോഡിയം ഇല്ല, പക്ഷെ പൊട്ടാസ്യം പ്ലെൻറ്റി ഉണ്ട്. അപ്പം നമ്മൾ അതിനും കൂടെ വേണ്ടിയാണ് നമ്മൾ ഈ ഉപ്പ് ആഡ് ചെയ്യുന്നത്. അപ്പോൾ സോഡിയം ബേസിക്, പക്ഷെ ബേസിക്കലി നമുക്ക് ഒരാൾക്ക് ഒരു നല്ല കിഡ്നി പ്രോപ്പർലി ഫങ്ഷൻ ചെയ്യുന്ന ഒരാൾക്കാണ് 500 മില്ലിഗ്രാം സോഡിയം മതി. അതേസമയത്ത് പൊട്ടാസ്യം ഒരു 3500 മുതൽ 4500 വരെ വേണം.
പക്ഷെ ഇപ്പം നമ്മൾ സംഭവിച്ചിരിക്കുന്നത് എന്താണെന്ന് ചോദിച്ചാൽ, ഇപ്പം ഈ പ്രഷർ കൂടാനുള്ള മെയിൻ കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ സോഡിയത്തിൻ്റെ അളവ് ഒത്തിരി കൂടുതലുമാണ്, പൊട്ടാസ്യത്തിൻ്റെ അളവ് തീരെ കുറഞ്ഞും പോയി. അതായത് ഈ പ്രോസസ്സ് ചെയ്ത ഫുഡ്, ഇപ്പം നമ്മൾ ഈവൻ ചോറ് അരിക്കകത്ത് നന്നായിട്ട് പൊട്ടാസ്യമൊക്കെ ഉണ്ട്. നമ്മൾ കഞ്ഞി വെച്ച് ആ വെള്ളം ഊറ്റിക്കളയുമ്പോഴേക്കും പൊട്ടാസ്യം മുഴുവൻ തീർന്നു പോകും. അതുപോലെ തന്നെ ഇപ്പോൾ ഗോതമ്പാണെങ്കിലും മൈദയാകുമ്പോഴേക്കും അതിനകത്ത് പൊട്ടാസ്യത്തിൻ്റെ അളവ് കുറവായിരിക്കും. അപ്പം എന്ത് സാധനം നമ്മൾ വേവിച്ചിട്ട് വെള്ളം പോവുകയാണെങ്കിൽ അതിൻ്റെ അകത്തെ പൊട്ടാസ്യം അതിൻ്റെ കൂടെ പോകും. ഈവൻ നമ്മൾ ഗ്രില്ല് ചെയ്യുക, ഫിഷോ മീറ്റോ ഒക്കെ ഗ്രില്ല് ചെയ്യുക, ഈവൻ ഫ്രൈ ചെയ്യുകയാണ്. അപ്പോൾ എന്താ പറ്റുന്നത്, ഇതിനകത്തുനിന്നുള്ള ഈ സെൽസ് എല്ലാം ബ്രേക്കപ്പ് ചെയ്ത് അതിനകത്ത് സെല്ലുകൾക്ക് ഉള്ളിലാണ് പൊട്ടാസ്യം ഇരിക്കുന്നത്, പുറത്താണ് സോഡിയം ഇരിക്കുന്നത്. അപ്പോൾ നമ്മൾ മീനൊക്കെ ആണെങ്കിലും ഫിഷോ മീറ്റോ എന്ത് ഫ്രൈ ചെയ്യുമ്പോഴും നന്നായിട്ട് സോഡിയമൊക്കെ തേച്ച് കറക്റ്റ് ചെയ്ത് അല്ലെങ്കിൽ അതിനകത്ത് മാരിനേറ്റ് ചെയ്തിട്ടാണ് നമ്മളിത് ചെയ്യുന്നത്. അപ്പോൾ സോഡിയത്തിൻ്റെ അളവ് കൂടും, പക്ഷേ ഈ പൊട്ടാസ്യം എല്ലാം കുക്ക് ചെയ്യുമ്പോൾ ഈ എണ്ണയ്ക്കകത്തേക്കും ഇതിലേക്കും പോവുകയും ചെയ്യും. അപ്പോൾ പൊട്ടാസ്യം കുറഞ്ഞു പോകുന്നു, സോഡിയം കൂടി പോകുന്നു. അപ്പോൾ ഐഡിയലി നമ്മളുടെ ബോഡിയിൽ സോഡിയം പൊട്ടാസ്യത്തിൻ്റെ റേഷ്യോ 1:3 അല്ലെങ്കിൽ 1:4 ആയിരിക്കണമെന്നാണ്. പക്ഷേ അപ്പം നമ്മൾ മാക്സിമം ഇപ്പം നമ്മളൊരു ഡയറ്റ് പറയുകയാണെങ്കിൽ ഐഡിയൽ ഡയറ്റ് ഫോർ ഹൈപ്പർ ടെൻഷൻ പേഷ്യൻസ്, അതാണ് ഡാഷ് ഡയറ്റ് എന്ന് പറയുന്നത്. ഈ ഡാഷ് ഡയറ്റ് എന്ന് പറഞ്ഞാൽ ഡയറ്ററി അപ്രോച്ച് ടു സ്റ്റോപ്പ് ഹൈപ്പർ ടെൻഷനാണ്, നോട്ട് ടു പ്രിവെൻറ്റ് അല്ല, സ്റ്റോപ്പ് ഹൈപ്പർ ടെൻഷനാണ്. അതിൽ പറയുന്നത് എത്രയാണെന്ന് വെച്ചാൽ സോഡിയത്തിൻ്റെ അളവ് 1500 കുറവായിരിക്കണം, പൊട്ടാസ്യത്തിൻ്റെ അളവ് 4500 ആക്കണം. പിന്നെ ഈ ഐഡിയൽ ഒരു ഡാഷ് ഡയറ്റിൽ മഗ്നീഷ്യത്തിൻ്റെ അളവ് കൂടണം, ഡയറ്ററി ഫൈബർ കൂടുതൽ വേണം, omega-3 9 കൂട്ടാനാണ് പറയുന്നത്. അപ്പോൾ omega-6 ഇൻഫ്ലമേറ്ററി ആണ്. ഹൈപ്പർ ടെൻഷൻ എന്ന് പറയുന്ന ഒരു ഇൻഫ്ലമേറ്ററി ഡിസീസാണ്. ആത്രോസ്ക്ലിറോസിസ്, കൊഴുപ്പ് രക്തക്കുഴലിടയുന്നത്, അതൊക്കെ ഇൻഫ്ലമേഷൻ കൊണ്ട് വരുന്നതാണ്. അപ്പം omega-6 കുറയ്ക്കുക, omega-3 omega-9 കുഴപ്പമില്ല. omega-9 ബോഡി ബിൽഡിങ്ങിന് വേണ്ടിയിട്ടുള്ളതാണ്. omega-3 6 ആവശ്യമുണ്ട്, പക്ഷേ നമ്മളുടെ ഇപ്പോഴത്തെ ജനറലി നമ്മൾ ഈ കഴിക്കുന്ന നട്ട്സും ഓയിൽ സീഡ്സും അതുപോലെ ഈ കുക്കിംഗ് ഓയിലും, എല്ലാ കുക്കിംഗ് ഓയിലും, ഇപ്പോൾ സൺഫ്ലവർ ഓയിൽ അല്ലെങ്കിൽ കടല എണ്ണ, ഇതിലെല്ലാം ഒത്തിരി omega-6 കൂടുതലും നോ omega-3 ആണ്. നമ്മളാകെ ഉള്ളത് നമ്മൾ കോക്കനട്ട് ഓയിലാണ് omega-6 കുറവുള്ളത്. അതിനകത്ത് പിന്നെ omega-3 ഇല്ല, omega-6 ഇല്ല, ആകെ സാച്ചുറേറ്റഡ് ഫാറ്റ് മാത്രമേ ഉള്ളൂ. അപ്പം നമ്മുടെ കോക്കനട്ട് ഓയിൽ ഒരു എനർജി പർപ്പസിന് നല്ലതാണ്. അപ്പോൾ omega-9 ഉള്ളത് നമ്മൾ ഒളിവ് ഓയിലൊക്കെ ഉണ്ടല്ലോ, അതിനകത്തൊക്കെ നന്നായിട്ട് omega-9 ഉണ്ട്. അവിടെ അതിൽ ചെറുതായിട്ട് omega-3 ഉണ്ട്, omega-6 കുറച്ച് അതിലും കൂടുതൽ omega-6 ഉണ്ട്. അപ്പം ഇതിൻ്റെ പ്രൊപ്പോർഷനാണ് ഏറ്റവും പ്രധാനം. ഒരു BP കൺട്രോളിൽ വരുന്നത് ഒന്ന് സോഡിയം പൊട്ടാസ്യത്തിൻ്റെ കൺട്രോളും omega-3-6 ബാലൻസുമാണ് നമുക്കൊരു ഇമ്പോർട്ടൻ്റ് കാര്യം വരുന്നത്. പിന്നെ അതുപോലെ ഡയറ്ററി ഫൈബറും, പിന്നെ മഗ്നീഷ്യം നമ്മളുടെ ബ്ലഡ് വെസൽസിനെ റിലാക്സ് ചെയ്യിപ്പിക്കും. അത് ഈവൻ മഗ്നീഷ്യം നമ്മൾ ട്രീറ്റ്മെൻ്റ് ആയിട്ട് പോലും അൺകൺട്രോൾഡ് BP വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ കൊടുക്കുന്നത് മഗ്നീഷ്യം സൾഫേറ്റ് ഇഞ്ചക്ഷനാണ് ശരിക്കും. പ്രത്യേകിച്ചും ഈ പ്രഗ്നൻറ്റ് ലേഡീസൊക്കെ വന്നിട്ട് അവർക്ക് പ്രഷർ കൂടി ഫിറ്റ്സ് പോലെ വരും. അതായത് അപ്പം ഫിറ്റ്സ് ബ്രെയിനിനാണെന്ന് ഓർക്കണം, നെർവ്സിനെയാണ് ബാധിക്കുന്നത്. അപ്പം ഈ നെർവ്സിൻ്റെ ആക്ഷനിലും ഈ സെയിം സോഡിയം പൊട്ടാസ്യമാണ് ആക്ട് ചെയ്യുന്നത്. സോഡിയം പൊട്ടാസ്യം മഗ്നീഷ്യം ഈ ബ്രെയിനിൻ്റെ ആക്ടിവിറ്റിക്കും വെരി ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പം ഈ സോഡിയം പൊട്ടാസ്യത്തിൻ്റെ ബാലൻസ് കീപ്പ് ചെയ്യുന്നത്, അതായത് സോഡിയം പൊട്ടാസ്യം പമ്പ് എന്ന് പറയും. ഈ സോഡിയം പൊട്ടാസ്യം പമ്പ് വെച്ചാണ് നമ്മൾ നമ്മുടെ കോശങ്ങളുടെയൊക്കെ ഇൻറ്റഗ്രിറ്റി നിലനിൽക്കുന്നതും അതുപോലെ നമ്മുടെ നെർവ്സിലെ മെസ്സഞ്ചറായിട്ട് വർക്ക് ചെയ്യുന്നതും ഈ സോഡിയം പൊട്ടാസ്യം പമ്പാണ്. അപ്പോൾ ഈ സോഡിയം പൊട്ടാസ്യത്തിൻ്റെ ബാലൻസിൽ തെറ്റ് വന്നു കഴിഞ്ഞാൽ നമ്മളുടെ പ്രഷറും കൂടും, സ്ട്രെസ്സും കൂടും, ഒരേ നിലയിൽ തന്നെ കൂടും. അതാണ് ടെൻഷൻ. പലർക്കും ഈ ടെൻഷൻ ഉള്ളവരുടെ പ്രോബ്ലം അതാണ്. അതുപോലെ തന്നെ omega-3 6 ഈ രീതിയിൽ തന്നെ omega-6 കൂടുതലുള്ള ഭക്ഷണം നമ്മൾ ഈ കശുവണ്ടി, കപ്പലണ്ടി, ബദാം, പിസ്റ്റയൊക്കെ കഴിച്ചാൽ ഡെഫിനറ്റ്ലി പ്രഷർ കൂടുതലുള്ളവർക്ക് പ്രഷർ കൂടാൻ സാധ്യതയാണ്. അതുപോലെ ഇറിറ്റബിൾ ആവും. സൈക്കാട്രിക് പ്രോബ്ലംസ് ഒക്കെ ഉള്ളവർക്ക് ഒരു ഇറിറ്റബിലിറ്റി വരികയും ചെയ്യും എന്നുള്ളതാണ്. അപ്പം ബേസിക്കലി ഈ സോഡിയം പൊട്ടാസ്യം ബാലൻസും omega-3-6 ബാലൻസും മഗ്നീഷ്യം ആവശ്യത്തിന് മഗ്നീഷ്യം ഉണ്ടാകണം, ഫൈബറും ഉണ്ടാകുന്നുണ്ട്. പിന്നെ ബാക്കിയുള്ള ന്യൂട്രിയൻസ് എല്ലാം കറക്റ്റ് പ്രൊപ്പോർഷനും ഉണ്ടെങ്കിൽ നമുക്ക് BP കൺട്രോൾ ചെയ്യാം, അതിനോടൊപ്പം തന്നെ സ്ട്രെസ് കൺട്രോളും കൂടെ നടക്കും എന്നുള്ളത്. നെക്സ്റ്റ് നമ്മൾ പ്രഷറിൻ്റെ ട്രീറ്റ്മെൻറ്റിലേക്ക് വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ
നമ്മൾ ആദ്യത്തെ ഫസ്റ്റ് ലൈൻ ട്രീറ്റ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ മിക്കവാറും തരാറുള്ള തയസൈഡ് ഡയൂററ്റിക്സ് വിഭാഗത്തിൽ, അതായത് മൂത്രം കൂടുതൽ കളയുക. മൂത്രം കൂടുതൽ കളയുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൂത്രത്തിൽ കൂടെ കൂടുതൽ സോഡിയം കളയാനായിട്ടാണ് അതിനകത്ത് നോക്കുന്നത്. അതുപോലെ മിക്കവാറും പൊട്ടാസ്യം റീറ്റെയിൻ ചെയ്യാനുമാണ് നോക്കുന്നത്. അതൊരു ഗ്രൂപ്പ് ഓഫ് മെഡിസിൻ. പിന്നെ കാൽസ്യം ചാനൽ ബ്ലോക്കേഴ്സ്. കാൽസ്യം ചാനൽ ബ്ലോക്കേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കാൽസ്യമാണ് നമ്മളുടെ മസിലിനെ കൺട്രാക്ട് ചെയ്യുന്നത്. ഈവൻ നമ്മളുടെ മസിൽ നമ്മളെന്തെങ്കിലും ആക്ട് ചെയ്യുമ്പോൾ, ഫിസിക്കൽ ആക്ടിവിറ്റി ചെയ്യുമ്പോഴും അതിനും വേണം. അതുപോലെ രക്തക്കുഴലുകൾ ഉണ്ടാക്കിയേക്കുന്ന മസിലിനൊരു ഇമ്പോർട്ടൻറ്റ് പാർട്ടുണ്ട്. അപ്പോൾ ഈ രക്തക്കുഴലുകളിലെ മസിലിനെ കൺട്രാക്ട് ചെയ്യാതെ റിലാക്സ് ചെയ്ത് നിർത്താൻ വേണ്ടിയിട്ട് ഈ കാൽസ്യത്തിനെ റിലീസ് ചെയ്യുന്നത് അങ്ങ് ബ്ലോക്ക് ചെയ്യുക. അതാണ് കാൽസ്യം ചാനൽ ബ്ലോക്കേഴ്സ് വിഭാഗത്തിൽപ്പെട്ട മരുന്ന് വരുന്നത്. വേറെ ഒരു ഗ്രൂപ്പ് ഓഫ് മെഡിസിൻ വരുന്നത് നമ്മുടെ ഈ റെനിൻ ആൻജിയോടെൻസിൻ ആൽഡോസ്റ്ററോൺ മെക്കാനിസം, അതായത് കിഡ്നിയിൽ നിന്നുള്ള റെനിനെയും ലിവറിൽ നിന്നുള്ള ആൻജിയോടെൻസിനെയും പിന്നെ ആൽഡോസ്റ്ററോണിനെയും എല്ലാം കൂടെ ബ്ലോക്ക് ചെയ്യുന്നത്. അതിന് ഡിഫറെൻറ്റ് ലെവലിൽ വെച്ച്, എല്ലാ ഇതിലുമല്ല. അതിലൊരു AC ഇൻഹിബിറ്റേഴ്സ് എന്ന് പറഞ്ഞൊരു ഗ്രൂപ്പുണ്ട്. അത് ആൻജിയോടെൻസിൻ കൺവേർട്ടിംഗ് എൻസൈം ഇൻഹിബിറ്റേഴ്സ് ആണ്. അതാണ് നമ്മൾ ഈ റാമിപ്രിൽ, ലിസിനോപ്രിൽ എന്നൊക്കെ പറഞ്ഞ് പ്രിൽ എന്ന് പറഞ്ഞ് വരുന്നത്. പിന്നെയുള്ളത് ആൻജിയോടെൻസിൻ 2 റിസപ്റ്റർ RABs, അതിൻ്റെ അനലോഗ്സ് ആണ്. RAB അനലോഗ്സ് അല്ലെങ്കിൽ ആൻജിയോടെൻസിൻ 2 റിസപ്റ്റർ അനലോഗ്സ് എന്ന് പറഞ്ഞു വരുന്നത്. അതാണ് ലോസാർട്ടാൻ, ടെൽമിസാർട്ടാൻ എന്നൊക്കെ പറഞ്ഞ് സാർട്ടാൻ, എല്ലാത്തിനും ടാൻ ആയിരിക്കും വരുന്നത്. അപ്പോൾ ഇതെല്ലാം ഇങ്ങനെ ഓരോ ഗ്രൂപ്പ് തിരിച്ചാണ് ഈ പേരുകൾ വരുന്നത്. പിന്നെ ഉള്ളത് ഒരു മേജർ ഗ്രൂപ്പ് ബീറ്റ ബ്ലോക്കേഴ്സാണ്. അത് പ്രൊപ്പനലോൾ, അറ്റനലോൾ എന്നൊക്കെ പറയുന്നത് ബീറ്റ ബ്ലോക്കേഴ്സാണ്. അതുപോലെ അതിൻ്റെ കൂടെ ചിലതാണെങ്കിൽ ആൽഫ ബ്ലോക്കർ ഉണ്ടാവും, പിന്നെ ആൽഫയും ബീറ്റയും കൂടെ ബ്ലോക്കർ ഉണ്ടാവും, പിന്നെ ആൽഫ അഗണിസ്റ്റ് ഉണ്ട്, പിന്നെ റെനിൻ ആൻറ്റഗണിസ്റ്റ്, ആൾഡോസ്റ്ററോൺ ആൻറ്റഗണിസ്റ്റ്, അങ്ങനെ പല ഗ്രൂപ്പിലുള്ള മരുന്നുകളുണ്ട്. ഇതിൻ്റെ എല്ലാം പ്രോബ്ലം എന്താണെന്ന് വെച്ചാൽ ഈ മരുന്നുകളെല്ലാം ഇൻറ്ററാക്ട് ചെയ്യുകയും ചെയ്യും. കാരണം ഇതെല്ലാം ബ്ലഡ് വെസൽസിനെ ഒന്നെങ്കിൽ കൺട്രാക്ട് ചെയ്യുക, അല്ലെ ഡയലേറ്റ് ചെയ്യുക, അല്ലെങ്കിൽ സോഡിയം കൂടുതൽ യൂറിനിൽ കൂടെ വിടുക, അതായത് സോഡിയം കളയുക, അല്ലെ പൊട്ടാസ്യം റിട്ടേൺ ചെയ്യുക, അല്ലെ കാൽസ്യം ചാനൽ ബ്ലോക്ക്. ഇങ്ങനത്തെ മൾട്ടിപ്പിൾ രീതിയിലാണ് ഇതെല്ലാം വർക്ക് ചെയ്യുന്നത്. എല്ലാത്തിനും എല്ലാ രീതിയിലും കുറേ ആക്ഷൻസും ഉണ്ടാകും, ഒന്നും ഒരു രീതി മാത്രമായിരിക്കില്ല. അതുകൊണ്ടാണ് നമ്മൾ ഇതെല്ലാം കൂടെ ഇൻറ്ററാക്ട് ചെയ്യുമ്പോൾ ചിലർക്ക് മൾട്ടിപ്പിൾ മരുന്നെടുക്കുന്നവർക്ക് BP കൺട്രോളേ ഉണ്ടാവില്ല. കുറേ 3-4 മരുന്നുണ്ടാവും, BP കൺട്രോൾ ചെയ്യാനേ പറ്റുന്നില്ല. കാരണം ബോഡി അതിനെ ഓവർകം ചെയ്യാൻ നോക്കും. അവർക്ക് എവിടെയെങ്കിലും ഓട്ടത്തിൻ്റെ ഒരു കുറവോ ഏതെങ്കിലും ബോഡിയുടെ പാർട്ടിൽ കിട്ടുന്നത് കുറവോ ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ട് അങ്ങോട്ട് പമ്പ് ചെയ്യാൻ നോക്കും. അപ്പം നമുക്ക് നമ്മളുടെ ഈ മരുന്ന് വെച്ചിട്ട് BP കൺട്രോൾ ചെയ്യാനുള്ളതിൻ്റെ ചാലഞ്ച് അതാണ്. അപ്പം നമ്മൾ ഇപ്പം നമുക്ക് ഡയബറ്റീസിൻ്റെ കാര്യത്തിൽ എല്ലാവർക്കും ഭക്ഷണമായിട്ടുള്ള കണക്ഷൻ ഏകദേശം അറിയാം. ഷുഗർ കൂടുതൽ കഴിച്ചാൽ, അല്ലെങ്കിൽ ഷുഗർ ഉള്ള സാധനങ്ങൾ കഴിച്ചു കഴിഞ്ഞാൽ ഷുഗർ കൂടും എന്നുള്ള കാര്യം എല്ലാവർക്കും അറിയാം. പക്ഷേ BPയുടെ കാര്യത്തിൽ ഈ സോഡിയം കൂട്ടി കഴിച്ചു കഴിഞ്ഞാൽ മാത്രം അറിയാം. ബാക്കിയുള്ള ഈ omega-3-6 കാര്യത്തെക്കുറിച്ച് ഒന്നും നമുക്ക് ആൾക്കാരുടെ, ഈവൻ ഡോക്ടേഴ്സിൻ്റെ ഇടയിൽ പോലും ഒരു ക്ലിയർ കട്ട് നോളജ് അതിനെക്കുറിച്ച് വന്നിട്ടില്ല എന്നുള്ളതാണ്. അതുപോലെ ഈ മഗ്നീഷ്യത്തിൻ്റെ ഉപയോഗം, മഗ്നീഷ്യം കുറഞ്ഞു പോകുന്നത്, ഇതൊക്കെ പലർക്കും അറിയാൻ വയ്യാത്ത കാര്യമാണ്. അപ്പം ബേസിക്കലി ഈ മരുന്നുകൾ നമ്മൾ എടുക്കാൻ പോയാൽ പ്രോബ്ലം വരാവുന്ന എന്താണെന്ന് വെച്ചാൽ, ഒന്ന് നമ്മൾ പെട്ടെന്ന് ഇരുന്നിട്ട് എഴുന്നേൽക്കുകയാണ്. അപ്പം നമുക്ക് ആ ബോഡിക്ക് അഡ്ജസ്റ്റ് ചെയ്യാനുള്ള സമയത്തിന് ബുദ്ധിമുട്ട് വരും. അതുകൊണ്ടാണ് പലപ്പോഴും ഈ മരുന്ന് കഴിച്ചിരിക്കുന്നവരാണ് ഈ ബാത്റൂമിലൊക്കെ, പ്രത്യേകിച്ച് രാത്രിയൊക്കെ തെന്നി വീഴാനുള്ള പോസിബിലിറ്റി ഇവർക്ക് കൂടുതലായിരിക്കും. അപ്പം അവർക്ക് ഇരിക്കുക, എഴുന്നേൽക്കുക, നടക്കുക ഒക്കെ ചെയ്യുമ്പം നമ്മൾ ബോഡി കുറേ അഡ്ജസ്റ്റ്മെൻറ്റുകൾ ചെയ്താണ്. അതായത് ഈ പലതരം ഹോർമോണുകളും പല ന്യൂറോളജിക്കൽ മെക്കാനിസവും ഹോർമോണൽ മെക്കാനിസവും ഒക്കെ അഡ്ജസ്റ്റ് ചെയ്തിട്ടാണ് ഇത് കൺട്രോൾ ചെയ്ത് നിർത്തുന്നത്. അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിയുമ്പോൾ ഇതിനെല്ലാം ബ്ലോക്ക് ചെയ്യാനുള്ള ഒന്നിൽ കൂടുതലോ മരുന്നുകളായിരിക്കും ഇവർ കഴിക്കുന്നത്. അപ്പോൾ എഴുന്നേൽക്കുമ്പം പെട്ടെന്ന് തലകറക്കം വരാം, അല്ലെങ്കിൽ കിടന്നിട്ട് എഴുന്നേൽക്കുമ്പോൾ തലകറക്കം വരാം, ബാത്റൂമിൽ പോയി ടോയ്ലറ്റിൽ ഇരുന്നിട്ട് എഴുന്നേൽക്കുമ്പോൾ തലകറക്കം വരാം. അപ്പം ഇപ്പം ഈ മരുന്നുകൾ കഴിക്കുന്നവർ പലപ്പോഴും വീഴാനുള്ള, അല്ലെ തല ഇറങ്ങിയതാണെന്ന് പോലും നമ്മൾ അറിയില്ല, വേച്ച് വീണതാണെന്നേ കരുതുള്ളൂ. അല്ലെങ്കിൽ തെന്നിപ്പോയി വീണെന്നൊക്കെ കരുതുള്ളൂ, അവർ ഓർക്കുന്നുണ്ടാവില്ല. കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ ബ്രെയിനിലേക്കാണല്ലോ ഏറ്റവും പാട് ബ്ലഡ് കിട്ടാനായിട്ട്. അപ്പം
ഹാർട്ട് താഴേക്ക് പോകുന്നത് ഈസി ആയിട്ട് പോകും, നമുക്കറിയാം. താഴെ നമുക്ക് വെള്ളം താഴേക്ക് ഒഴിച്ചാൽ താഴേക്ക് പോകും, ഹാർട്ട് പമ്പ് ചെയ്യുമ്പോൾ തന്നെ താഴേക്കെല്ലാം ഇറങ്ങിപ്പോകും. പക്ഷേ ഇതിന് മുകളിലോട്ട് കയറ്റാനാണ് ഈ പ്രഷറെല്ലാം കൂടുതൽ വേണ്ടി വരുന്നത്. അപ്പം നമ്മൾ ഈ പ്രഷറിന് മരുന്ന് കഴിച്ച് പ്രഷർ കുറയ്ക്കാൻ നോക്കുമ്പം നമുക്ക് ബ്രെയിനിനാണ് ബ്ലഡ് കിട്ടാതെ വരുന്നത്. അപ്പം അങ്ങനെ നമ്മൾ മരുന്ന് കഴിക്കുന്നവർക്ക് ഒന്ന് നമുക്ക് തലകറങ്ങാനുള്ള സാധ്യതയുണ്ട്, കാരണം ബ്രെയിനിലേക്ക് ബ്ലഡ് ആവശ്യത്തിന് ചെന്നില്ലെങ്കിൽ തലകറക്കം വരും. അതുപോലെ നമ്മുടെ കോഗ്നിറ്റീവ് കപ്പാസിറ്റി, നമ്മുടെ ബുദ്ധിയും ഓർമ്മയും ഒക്കെ കുറഞ്ഞു പോകാനുള്ള സാധ്യതയും വരും. അപ്പോൾ നമ്മൾ കുറേ മരുന്നും കഴിച്ച് വെച്ചിട്ട് ഇരിക്കുകയാണ്, ഇരുന്ന് ജോലി ചെയ്യുമ്പോഴും മുകളിലേക്കാണ് പമ്പിങ്, താഴേക്കുള്ളതൊക്കെ പിന്നെ അങ്ങനെ അങ്ങ് പൊക്കോളും. പക്ഷെ മുകളിലേക്ക് ബ്ലഡ് കിട്ടാതെ വരുന്നത് നമ്മൾ പ്രഷറിന് മരുന്ന് കഴിക്കുമ്പോൾ ഏറ്റവും വലിയ ഒരു ദോഷം അതാണ് വരാവുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ പ്രഗ്നൻസിയിൽ നമ്മൾ ഹൈപ്പർ ടെൻഷന് വേണ്ടിയിട്ട് കഴിയുന്നത് മരുന്ന് കുറച്ച് കൊടുക്കാൻ നോക്കും. കാരണം പ്ലാസൻ്റയിലേക്കുള്ള ബ്ലഡ് സർക്കുലേഷനും കുറഞ്ഞു പോകും. അപ്പോൾ പ്ലാസൻ്റയിലേക്കുള്ള ബ്ലഡ് കുറഞ്ഞു പോയി കഴിഞ്ഞാൽ ബി പി കുറഞ്ഞു പോകുമ്പം പലപ്പോഴും ഈ പ്രഗ്നൻസിയിലെ ബി പി വരുന്നത് തന്നെ കാരണം പ്ലാസൻ്റയിലേക്ക് ആവശ്യത്തിന് ബ്ലഡ് കിട്ടാതെ വരുമ്പോഴാണ്. കുഞ്ഞിന് അംബലിക്കസിലേക്ക്, അതായത് അംബലിക്കൽ കോഡിലേക്ക് ബ്ലഡ് ആവശ്യത്തിന് കിട്ടാതെ വരുമ്പോഴേക്കുമാണ് ഈ നമ്മുടെ സിഗ്നൽ വന്നിട്ടാണ് ബി പി കൂട്ടുന്നത്. അപ്പോൾ നമ്മൾ ബി പി കുറയ്ക്കാനായിട്ടുള്ള മരുന്ന് കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാലും അതവിടെ കുഞ്ഞിന് നെഗറ്റീവായിട്ട് വന്ന് കുഞ്ഞിൻ്റെ രോഗത്ത് കുറയ്ക്കുകയൊക്കെയാണ് ചെയ്യുന്നത്. അപ്പം ബേസിക്കലി നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ പ്രഷർ നമ്മളുടെ മറ്റ് ഒരു വേദന പോലെയുള്ള ഒരു സിംറ്റമാണ് പ്രഷറും. അപ്പം ആ സിംറ്റം വരുമ്പം നമ്മൾ പ്രഷർ, ഇപ്പം വേദനയ്ക്ക് വേദന സംഹാരി കൊടുത്ത് നമ്മൾ ഷോർട്ട് ടൈമിലായിട്ടാകാം. പക്ഷെ നമുക്കറിയാമല്ലോ, വേദന സംഹാരി നമ്മളിപ്പം ആർത്രൈറ്റിസും ഒക്കെ, അതായത് ക്രോണിക് ഡിസീസിന് വേണ്ടി വേദന കുറയ്ക്കാനായിട്ട് വേദന സംഹാരി ജീവിതകാലം മുഴുവൻ കഴിച്ചു കഴിഞ്ഞാൽ നമ്മൾ മറ്റുള്ള ഓർഗൻസ് ഫെയിൽ ചെയ്യും. കിഡ്നിയും ലിവറും ഒക്കെ ആണല്ലോ ഈ മരുന്നുകളുടെ ഇമ്പാക്റ്റ് എടുക്കേണ്ടി വരുന്നത്. ഇതേ കാര്യം തന്നെ ബി പിയുടെ കാര്യത്തിലും വരുന്നുണ്ടെന്നുള്ളതാണ്. നമ്മൾ എവിടെയെങ്കിലും രക്തയോട്ടം ഏതെങ്കിലും ഭാഗത്തോട്ടാണോ കിട്ടാത്തത്, അതിൻ്റെ കാരണം എന്താണെന്ന് കണ്ടുപിടിച്ച് അത് കറക്റ്റ് ചെയ്യാനാണ് നമ്മൾ നോക്കേണ്ടത്. അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് ബി പി കൺട്രോൾ ചെയ്യാൻ പറ്റുന്നതേ ഉള്ളൂ എന്നുള്ളതാണ്. ഞാൻ ബേസിക്കലി ക്ലിനിക്കലി സപ്പോർട്ടഡ് ലൈഫ് സ്റ്റൈൽ കറക്ഷനാണ് കൊടുക്കുന്നത്. അപ്പം അതിലിങ്ങനെ ഒരിക്കലും അങ്ങനെ പലതരം മരുന്നുകൾ എടുത്തിട്ടും ബി പിക്ക് ഒരു കൺട്രോളും കിട്ടാത്ത ആൾക്കാരുടേത് പോലും നമുക്ക് കുറച്ച് കൊടുക്കാൻ പറ്റും. അതുപോലെ തന്നെ ഏറ്റവും റെസിസ്റ്റൻ്റ് ആയിട്ടുള്ളത് ഈ കിഡ്നി ഫെയിലിയർ വന്നിട്ട്, കിഡ്നിക്ക് പ്രോബ്ലം വന്നിട്ടുള്ള ബി പി ഇതാണ്. അത് ഈ കിഡ്നിയിലേക്കുള്ള രക്തോട്ടം കുറയുമ്പോൾ ഈ റെനിനൊക്കെ റിലീസ് ചെയ്യുമല്ലോ. അപ്പോൾ അതിലൊക്കെ എന്തൊക്കെ ബ്ലോക്ക് ചെയ്യാൻ നോക്കിയാലും ഇവരുടെയും ബി പി കൺട്രോൾ ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും. പക്ഷേ ഇത്തരം പേഷ്യൻസിൻ്റെ പോലും നമ്മൾ കറക്റ്റ് ഡയറ്റും അവരുടെ ആ ഹോർമോൺ ബാലൻസ് കറക്റ്റാക്കാനും ചെയ്താൽ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. നെക്സ്റ്റ് ഇതിൻ്റെയൊക്കെ സൊല്യൂഷൻ എന്താണെന്നുള്ളതാണ്. ഇപ്പോൾ പ്രഷറും ഉണ്ട്, അതിൻ്റെ കൂടെ മിക്കവാറും പ്രഷറുള്ളവർക്കെല്ലാം ടെൻഷനും സ്ട്രെസ്സും എല്ലാം കൂടുതലായിരിക്കും. അപ്പം ഇത് എങ്ങനെ നമുക്ക് പരിഹരിക്കാൻ പറ്റുമെന്നുള്ളതാണ്. സ്ട്രെസ്സ് കൂടുമ്പം പ്രഷറും കൂടും, പ്രഷർ കൂടുന്നവർക്ക് സ്ട്രെസ്സും കൂടുതലായിരിക്കും. ഇത് കൂടുമ്പോൾ എന്താ പറ്റുന്നത്, നമുക്ക് ഹാർട്ട് അറ്റാക്ക് വരാനും സ്ട്രോക്ക് വരാനും എല്ലാം ഉള്ള സാധ്യത കൂടുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഹാർട്ട് അറ്റാക്ക് വരുന്നതിന് സാധ്യത കൂടുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ, ഒന്ന് ഈ പ്രഷറിൽ പോകുമ്പം രക്തക്കുഴലുകളിൽ ബ്ലോക്ക് ഉണ്ടാകും. അതുകൂടാതെ ഹാർട്ട് കൂടുതൽ ശക്തിയിൽ പമ്പ് ചെയ്യേണ്ടി വരും. അപ്പം നമ്മളുടെ ഹാർട്ടിൻ്റെ മസിലൊക്കെ കട്ടി കൂടി വരും. അപ്പോൾ അത് നമ്മൾ മിക്കവാറും പ്രഷറോ അല്ലെങ്കിൽ ഹാർട്ട് ഡിസീസോ ഉള്ള പേഷ്യൻസിൻ്റെ എല്ലാം സ്കാനിങ് നോക്കുമ്പം ലെഫ്റ്റ് വെൻട്രിക്കുലർ ഹൈപ്പർട്രോഫി, ലെഫ്റ്റ് വെൻട്രിക്കിളിൽ നിന്നാണല്ലോ പമ്പ് ചെയ്ത് നമ്മുടെ ഹോൾ ബോഡിയിലേക്ക് ബ്ലഡ് കൊടുക്കുന്നത്, ഓക്സിജനേറ്റഡ് ബ്ലഡ്. അപ്പോൾ അതിൻ്റെ കട്ടി കൂടിയിട്ടുണ്ടാവും. അപ്പോൾ ഓൾറെഡി ഹാർട്ടിൻ്റെ മസിലിന് രക്തം കൊടുക്കുന്ന രക്തക്കുഴലുകളെല്ലാം ബ്ലോക്ക് ആയിരിക്കുക, അതിന് ബ്ലഡ് കൊടുക്കാൻ പറ്റില്ല, അതിന് നേരെ വികസിക്കാനുള്ള കപ്പാസിറ്റി ഇല്ല. കാരണം എല്ലാം ക്ലോട്ടടിഞ്ഞ് കൊഴുപ്പടിഞ്ഞ് ബ്ലോക്കായിട്ടിരിക്കുക. അതിൻ്റെ കൂടെ ഇവിടെ കൂടുതൽ മസിലും കൊണ്ട് കൂടുതൽ ഹാർട്ടിന് പണിയും ചെയ്യണം. ഇങ്ങനെ വരുമ്പോഴാണ് നമുക്ക് അറ്റാക്ക് വരാനുള്ള സാധ്യത കൂട്ടുന്നത്. അപ്പോൾ ലെഫ്റ്റ് വെൻട്രിക്കുലർ ഹൈപ്പർട്രോഫി വന്നു കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി നമ്മൾ ഹാർട്ട് അറ്റാക്കിനുള്ള സാധ്യത കൂട്ടുന്നു എന്നുള്ളതാണ് കാണിക്കുന്നത്. അപ്പം ലെഫ്റ്റ് വെൻട്രിക്കുലർ ഹൈപ്പർട്രോഫി വരണമെങ്കിൽ അവിടെ ബി പി മിക്കവാറും കൂടിയിട്ടുണ്ടാകണം. അപ്പം ഈ കാര്യം നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എങ്ങനെയാണ് നമ്മൾ ഈ ബി പി കൺട്രോൾ ചെയ്യാനായിട്ട് ശ്രമിക്കേണ്ടതെന്നുള്ളതാണ്. അപ്പോൾ ഒന്ന് നമ്മൾ നേരത്തെ കണ്ടുപിടിക്കുക. ഇപ്പോൾ ഈസി ആയിട്ട് എവിടെയാണെങ്കിലും നമുക്ക് ബി പി പാറ്റേഴ്സ് മേടിക്കാം. ഓവർ വെയ്റ്റ്, പ്രത്യേകിച്ച് ഒബേസിറ്റി, കുടവയറുള്ളവർ ഡെഫിനറ്റ്ലി ബി പി എപ്പോഴും ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുക. ബി പി ചെക്ക് ചെയ്തുകൊണ്ടിരുന്ന് ബി പി വന്നിട്ട് കുറയ്ക്കാനല്ല നോക്കണ്ട. ഓവർ വെയ്റ്റോ ഒബേസിറ്റി ആണ് കാണുകയാണെങ്കിൽ ഡെഫിനറ്റ്ലി അത് അപ്പം തന്നെ കുറച്ച് പിന്നെ നമുക്ക് ബി പിയിലേക്ക് പോകേണ്ട വരികയില്ല. നമ്മുടെ ഫാമിലിയിലായിട്ട് പ്രഷറും ഹാർട്ട് അറ്റാക്കും ഒക്കെ വന്നിട്ടുള്ളവരാണെങ്കിൽ ഡെഫിനറ്റ്ലി
എക്സസ് ഫാറ്റ് നമ്മുടെ ബോഡിയിൽ ഒത്തിരി ഓവർ വെയിറ്റ് ഒന്നും നോക്കണ്ട, കൊഴുപ്പ് കൂടുതലുണ്ടോ. കൊഴുപ്പ് കൂടുതലുണ്ടോ എന്ന് അറിയാൻ ഏറ്റവും ഈസി ആയിട്ടുള്ള നമ്മൾ തന്നെ ഒന്ന് മിററിൽ നോക്കുക, നമുക്ക് കുടവയറുണ്ടോ എന്ന്. കുടവയറുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം നമ്മുടെ ബോഡിയിൽ ഫാറ്റിൻ്റെ അളവ് കൂടുതലാണ്. അപ്പോൾ അത് ഒത്തിരി ഓവർ വെയിറ്റ് ഒന്നും അല്ല, എനിക്ക് ഇത്രയും വെയിറ്റ് അല്ലേ ഉള്ളൂ, 175 സെൻറ്റിമീറ്റർ ഉണ്ട്, എനിക്ക് 75 കിലോ ആകാം എന്നുള്ളതല്ല. 175 സെൻറ്റിമീറ്റർ ഉള്ളവർക്ക് 65 കിലോയാണ് സാമാന്യം ഫിസിക്കലി ആക്റ്റീവ് ആയിട്ടുള്ളവരാണെങ്കിൽ 65 കിലോ ആണ്. 75 ആകുന്ന സിക്സ് പാക്ക് ആയിട്ടുള്ള വെരി അഗ്രസീവ് ആയിട്ടുള്ള എക്സസൈസ് ചെയ്യുന്നവർക്കൊക്കെ അത്രയും ആകാൻ പാടുള്ളൂ. അല്ലെങ്കിൽ നമ്മൾ ഹൈറ്റ് -110 ആണ് നമ്മൾ എടുക്കേണ്ടത്. ഹൈറ്റ് -100 അല്ല, ഹൈറ്റ് -110 അതിലേക്ക് കൊണ്ടുവന്ന് വെയിറ്റ് മെയിൻറ്റെയിൻ ചെയ്യുക എന്നുള്ളതാണ് ഒരു കാര്യം ചെയ്യേണ്ടത്. പിന്നെ ഓവർ വെയിറ്റ് ആയിപ്പോയി അങ്ങനെയുള്ളവരാണെങ്കിൽ നമ്മൾ ന്യൂട്രീഷൻ കറക്റ്റ് ചെയ്ത് ഫാറ്റും കാർബോഹൈഡ്രേറ്റും ഫാറ്റും കുറവുള്ള ലോ കാലറി ഡയറ്റിലേക്ക് പോവുക. പിന്നെ നമ്മൾ ഇതിലേക്ക് വന്നു കഴിഞ്ഞാൽ നമ്മൾ സ്പെസിഫിക്കലി നോക്കേണ്ടത് ഒന്ന് സോഡിയം പൊട്ടാസ്യം റേഷ്യോ. അതാണ് ഡാഷ് ഡയറ്റിലും നോക്കുന്നതാണ്. സോഡിയത്തിൻ്റെ അളവ് കുറയ്ക്കുക, പൊട്ടാസ്യം കൂട്ടുക. അതുകൊണ്ടാണ് പറയുന്നത് കൂടുതൽ ഫ്രൂട്ട്സ്, വെജിറ്റബിൾസ്, പയറുവർഗ്ഗങ്ങൾ ഒക്കെ കഴിക്കാൻ പറയുന്നത് ഈ പൊട്ടാസ്യം കൂടാനാണ്. ഫ്രൂട്ട്സ്, വെജിറ്റബിൾസ്, പയറുവർഗ്ഗങ്ങളെല്ലാം പൊട്ടാസ്യം കൂടുതലുണ്ട്. അപ്പോൾ അത് കൂട്ടാൻ വേണ്ടിയിട്ടാണ്. പിന്നെ ഡയറ്ററി ഫൈബർ കൂട്ടാൻ പറയും. പിന്നെ മഗ്നീഷ്യത്തിൻ്റെ അളവ് കൂട്ടാൻ. മഗ്നീഷ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നാച്ചുറലി ഉള്ള മഗ്നീഷ്യത്തിൻ്റെ ഏറ്റവും നല്ല സോഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലീഫി വെജിറ്റബിൾസാണ്. പച്ച നിറം, ഈ പച്ച നിറം കൊടുക്കുന്ന ക്ലോറോഫിൽ ഉണ്ടല്ലോ, അതിനകത്ത് മഗ്നീഷ്യം ഉണ്ട്. അപ്പോൾ അതാണ് പ്ലാന്റ് സോഴ്സിൽ മഗ്നീഷ്യത്തിൻ്റെ ഏറ്റവും നല്ല സോഴ്സാണ് ഈ ഗ്രീൻ ലീഫി. അതുകൊണ്ടാണ് ഗ്രീൻസ് കഴിക്കണം എന്ന് പറയുന്നതിൻ്റെ ഒരു മെയിൻ കാരണം ഈ മഗ്നീഷ്യം നമ്മളുടെ മസിലിനെ റിലാക്സ് ചെയ്യുന്നതാണ്. അപ്പോൾ മസിലിനെ റിലാക്സ് ചെയ്യുമ്പം നമ്മുടെ മൊത്തത്തിൽ മസിലിനെയും നെർവ്സിനെയും ഒക്കെ റിലാക്സ് ചെയ്യാൻ മഗ്നീഷ്യത്തിന് കപ്പാസിറ്റി ഉണ്ട്. അപ്പം ഈ ലീഫി വെജിറ്റബിൾസ് കഴിക്കാൻ പറയുന്നത് അതുകൊണ്ടാണ്. പിന്നെ നമ്മൾ ഇപ്പോഴത്തെ നമ്മുടെ ഡയറ്റുകളിൽ ഇപ്പം മെഡിറ്ററേനിയൻ ഡയറ്റും കുറച്ചൊരു ഡാഷ് ഡയറ്റുമായിട്ട് സാമ്യമുണ്ടെന്നാണ് വയ്ക്കുന്നത്. ഈ മെഡിറ്ററേനിയൻ ഡയറ്റിൻ്റെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിനകത്ത് ഒളിവ് ഓയിൽ കൂടുതൽ, അത് omega-9 കൂടുതലുണ്ട്. അതുകൊണ്ടാണ് അതിൻ്റെ ഒരു ബെനിഫിറ്റ് വരുന്നത്. അതായത് omega-3-6 ബാലൻസ് കറക്റ്റ് ചെയ്യുക എന്നുള്ളതാണ് നെക്സ്റ്റ് നമ്മൾ ചെയ്യേണ്ടത്. omega-6 എന്ന് പറഞ്ഞാൽ ഇൻഫ്ലമേറ്ററി ആണ്, അത് BP കൂട്ടുന്നതാണ്. നമ്മൾ ഇപ്പോൾ എല്ലാവരും നമ്മൾ മലയാളികൾ പ്രത്യേകിച്ചും ഒരു ഹെൽത്തി ഫുഡായിട്ട് അല്ലെങ്കിൽ ആരോഗ്യത്തിന് വേണ്ടി കഴിക്കുന്ന ഒരു സാധനമാണ് ഈ ബദാം, പിസ്റ്റ, കശുവണ്ടി, കപ്പലണ്ടി, കടല, നട്ട്സ് എല്ലാം. പക്ഷെ BP ഉള്ളവരും പ്രത്യേകിച്ച് മാനസിക രോഗങ്ങളോ അല്ലെങ്കിൽ സ്ട്രെസ് ഉള്ളവരും ഇത്തരം നട്ട്സോ അങ്ങനത്തെ കാര്യങ്ങൾ, രോഗങ്ങളുള്ളവരൊന്നും ഇത്തരം കാര്യങ്ങൾ ഉപയോഗിക്കരുത്. കാരണം ഇതെല്ലാം ഇൻഫ്ലമേറ്ററി ആണ്, ഇതെല്ലാം omega-6 മീഡിയേറ്റഡ് ആണ്. അപ്പം നമ്മളുടെ റെഗുലർ ഫുഡിൽ omega-3 തീരെ കുറവ്, omega-6 ഒത്തിരി കൂടുതലാണ്. അപ്പം നമുക്ക് നാച്ചുറലി നമ്മളുടെ ബോഡിയിലെ ജെനറ്റിക്സ് അനുസരിച്ച് നമ്മുടെ omega-3-ഉം 6-ഉം 1:1 റേഷ്യോയിലായിരിക്കേണ്ടതാണ്. അത് പക്ഷേ ഇപ്പം റിവേഴ്സ് ചെയ്തിരിക്കുന്നോ, റിവേഴ്സ് ചെയ്തെന്നല്ല, omega-3 1:1 എന്നുള്ളതിന് 1:20, 1:40 ഒക്കെ ആയിരിക്കുക എന്നുള്ളതാണ്. അത്ര കൂടുതലാണ്. നമ്മൾ അമേരിക്കയിലൊക്കെ നടത്തിയിരിക്കുന്ന പല സ്റ്റഡീസും കാണിക്കുന്നത് omega-3-6 റേഷ്യോ 1:40 ഒക്കെയാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ കഴിക്കുന്ന ഇപ്പോൾ omega-3 കിട്ടണമെങ്കിൽ നമ്മളിപ്പോൾ കഴിക്കുന്ന റെഗുലർ ഫുഡിൽ നോക്കിയാൽ നമ്മളുടെ ഇലക്കറികൾ അതാരും കഴിക്കുന്നില്ല. പിന്നെ ഉഴുന്ന്, കടല, അല്ലെങ്കിൽ ഈ ഉലുവ, ഇങ്ങനത്തെ ഇതിലൊക്കെ വളരെ നേരിയ അളവിലേ ഉള്ളൂ. അതേസമയത്ത് omega-6 ആണെങ്കിൽ നമ്മൾ ഈ കഴിക്കുന്ന കുക്കിംഗ് ഓയിലെല്ലാം omega-6 ആണ്. പ്രത്യേകിച്ച് ഈ സൺഫ്ലവറിലൊക്കെയാണ്, ഓയിലൊക്കെ ആണെങ്കിൽ ഓൾമോസ്റ്റ് 70%, 60 to 70% അതാണ്. അപ്പം ഈ നമ്മളുടെ ഫുഡിൽ മൊത്തത്തിൽ നമ്മൾ ഓയിലിൻ്റെ കൺസംഷൻ ഇപ്പോൾ ഒത്തിരി കൂടുതലാണല്ലോ, അതുപോലെ നട്ട്സിൻ്റെ കൺസംഷനും കൂടുതലാണ്. അപ്പം ഈ omega-6 ഒത്തിരി കൂടുതലും omega-3 കുറയുവാണ്. അപ്പോൾ നാച്ചുറലി ഇപ്പോൾ യൂസ് ചെയ്യുന്ന നമ്മൾ സൺഫ്ലവർ ഓയിലൊക്കെയാണ് നമ്മൾ കുക്കിങ്ങിന് യൂസ് ചെയ്യുന്നതെങ്കിൽ നാച്ചുറലി അതിൻ്റെ ആ omega-6 റേഷ്യോ 1:40 ഈവൻ 1:2 അതിലും മുകളിലേക്ക് പോയെന്നിരിക്കും. പിന്നെ നമ്മൾ omega-3 നമ്മുടെ റെഗുലർ കുക്കിങ്ങിൽ വരുന്നത് ആകെ ഈ ഫിഷ് ഓയിലൊക്കെയാണ് കുറച്ച്. അതൊക്കെ വളരെ നിസ്സാര ക്വാണ്ടിറ്റി ഉള്ളു. അത് തന്നെ എല്ലാ ഫിഷിലും ഇല്ല. നമ്മളെ കായലിലെ ഫിഷിലൊന്നും അതധികം വരുന്നില്ല. ഡീപ് സീ ഫിഷ്, ചാള, അല്ലെങ്കിൽ കോൾഡ് ഏരിയയിലുള്ള ഫിഷ്, സാൽമൺ, അതിലൊക്കെയാണ് കാര്യമായിട്ട് omega-3 ഉള്ളൂ. അല്ലാത്ത ഫിഷ് കഴിച്ചു കഴിഞ്ഞാലും അതിൻ്റെ വലിയ omega-3 പോയിൻ്റ് ഓഫ് വ്യൂവിൽ കാര്യമായിട്ടുള്ള ബെനിഫിറ്റ് കിട്ടിയില്ല.
നെക്സ്റ്റ് ഉള്ളത് നമ്മൾ ഡയറ്റിൽ നോക്കേണ്ടത് സോഡിയം പൊട്ടാസ്യം റേഷ്യോ ആണ്. അപ്പോൾ സോഡിയം കുറയ്ക്കുക, അതൊരു 1-1.5 ടീസ്പൂണിൽ കൂടുതൽ സോഡിയം വരരുത്. പക്ഷെ നമ്മളിപ്പം കഴിക്കുന്ന ഫുഡിൽ നമുക്കറിയാൻ പറ്റില്ല, നമ്മളീ ഉള്ള ബേക്കറി ഐറ്റംസും ഉള്ള ഫ്രൈസും ഒക്കെ അതൊക്കെ ഭയങ്കര സോൾട്ടഡ് ആയിട്ടാണ്. സോഡിയം, ഉപ്പ് മാത്രമല്ല, ഈ ഉള്ള കളറും പ്രിസർവേറ്റീവ്സും ഇതെല്ലാം സോഡിയം സോൾട്ടായിട്ടാണ് യൂസ് ചെയ്യുന്നത്. അപ്പം നമ്മുടെ സോഡിയം കണ്ടൻറ്റ് ഒത്തിരി കൂടിപ്പോവും. അതേസമയം പ്രോസസ്സ് ചെയ്ത ഫുഡിൽ എല്ലാം പൊട്ടാസ്യം കുറഞ്ഞു പോകും. ഈവൻ ഫ്രൈഡ് ഐറ്റംസ്, ഇങ്ങനെ ഇതൊക്കെ മാറ്റി ഇത് വരുമ്പോഴേക്കും പൊട്ടാസ്യം കുറഞ്ഞും പോയി സോഡിയം കൂടിയും പോകും. അപ്പം ശരിക്കും 1:4 ഓർ 1:3 റേഷ്യോയിൽ നിൽക്കേണ്ടത് നേരെ തിരിച്ചാണ്. അപ്പോൾ പലപ്പോഴും നമ്മൾ ഈ സോൾട്ട് എല്ലാം കൂടെ ആഡ് ചെയ്ത് ഒരു ദിവസം 1500 അല്ലെ 500 1500 എടുക്കേണ്ടടുത്ത് 3500 ഈവൻ 10,000 വരെ സോഡിയം നന്നായിട്ട് ഇങ്ങനത്തെ പ്രിസർവ്ഡ് ഫുഡൊക്കെ കഴിക്കുന്നവർ വരും. അതേസമയം ഇതിലൊന്നും പൊട്ടാസ്യം ഉണ്ടാവില്ല, അത് കുറഞ്ഞ് അതുപോലെ 2000-2500 ആയിട്ട് പോകുന്നു. അപ്പം നമുക്ക് ഇമാജിൻ ചെയ്യാം, ഇത് റിവേഴ്സ് ചെയ്യുക മാത്രമല്ല, റേഷ്യോ റിവേഴ്സ് ചെയ്യുക മാത്രമല്ല, അപ്പോൾ അതിന് അത്ര ഡ്രാസ്റ്റിക് ഡിഫറൻസ് ആണ് വരുന്നത്. അത് തന്നെ ബി പി കൂട്ടുക മാത്രമല്ല, മാനസിക രോഗങ്ങളും സ്ട്രെസ്സും പിരിമുറുക്കവും എല്ലാം വരുത്തും എന്നുള്ളതാണ്. അപ്പോൾ ഈ കാര്യം മനസ്സിലാക്കി നമ്മൾ ബേസിക്കലി ഒരു പ്രാക്ടിക്കൽ ഡയറ്റ് എന്ന് പറഞ്ഞാൽ കൂടുതൽ ഇലക്കറികൾ, പയറുവർഗ്ഗങ്ങൾ, ഡയബറ്റിക് ഒന്നും അല്ലെങ്കിൽ ഫ്രൂട്ട്സ്, വെജിറ്റബിൾസ്, ഇതൊക്കെ മെയിനായിട്ട് കഴിക്കുക. പിന്നെ ഓവർ വെയ്റ്റ് ഒന്നും അല്ലാത്തവർക്കാണെങ്കിൽ, ഓവർ വെയ്റ്റ് ഉള്ളവരാണെങ്കിൽ സെറിയൽസ്, അത് അരി ഗോതമ്പും ഒക്കെ വെയിറ്റ് നോർമലൈസ് ചെയ്യുന്നോടം വരത്തേക്ക് കുറച്ച് കൊണ്ടുവരിക. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ ചോറാണെങ്കിലും കഴിക്കുന്ന അതിനകത്തെ കഞ്ഞിവെള്ളത്തിനാണ് പൊട്ടാസ്യം കൂടുതലുള്ളത്. അപ്പം ഇങ്ങനെ കഞ്ഞിയായിട്ടും ഈവൻ അല്ലാതെ നമ്മൾ മറ്റേ രീതിയിലുള്ള കുക്കിംഗ് ഉണ്ടല്ലോ, അപ്പോൾ ലോസ് വരുത്താതെ, അതായത് എല്ലാം തിളപ്പിച്ച് ഊറ്റിക്കളയുന്ന രീതിയിൽ നിന്നുള്ളത് മാറ്റണം. എക്സെപ്റ്റ് നമ്മൾ കപ്പ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ കപ്പ നമ്മൾ തിളപ്പിച്ച് കളഞ്ഞേ ഉപയോഗിക്കാവുള്ളൂ, കാരണം അതിനകത്തൊരു സയനൈഡ് പോയിസൺ ഉണ്ടാകും. ബാക്കിയുള്ള ഒന്നും തന്നെ നമ്മൾ ട്രെയിൻ ചെയ്ത് കളയാതെ ഉപയോഗിക്കാനായിട്ട് പ്രത്യേകിച്ച് ശ്രദ്ധിക്കുക. അപ്പോൾ അതുപോലെ തന്നെ ഫൈബർ, ഇപ്പം ഫ്രൂട്ടായിട്ട് കഴിക്കാതെ ഫ്രൂട്ട് ജ്യൂസ് ആക്കി കഴിക്കുന്ന ഒരു ടെൻഡൻസി ഉണ്ടെങ്കിൽ അത് നിർത്തുക. കാരണം നമ്മൾ ആ ഫ്രൂട്ട് ജ്യൂസ് ആക്കി കഴിയുമ്പോഴേക്കും അതിൻ്റെ ഫൈബർ എല്ലാം പോവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഫ്രൂട്ടായിട്ട് തന്നെ കഴിക്കണം. അപ്പോൾ ആ ഡയറ്ററി ഫൈബറും ഇതിനകത്തൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ്. നെക്സ്റ്റ്, നമ്മൾ പലതരം രോഗങ്ങൾ കൊണ്ട് 3-4 മരുന്നുകളൊക്കെയാണ് കഴിച്ചുകൊണ്ടിരിക്കുന്നത്. അങ്ങനെയുള്ളവർക്ക് നമുക്ക് സെൽഫായിട്ട് നോക്കി നമ്മൾ ഡയറ്റ് കൺട്രോൾ ചെയ്തുകൊണ്ട് നമ്മൾ ബി പി കൺട്രോൾ ചെയ്യാൻ പോസിബിൾ ആവില്ല. കാരണം 3-4 മരുന്നൊക്കെ വരുന്ന കഴിയുമ്പോൾ അതൊക്കെ ഇൻട്രാക്ട് ചെയ്യുന്നുണ്ടാവും. അപ്പം നമ്മൾ കാണുന്നത് അങ്ങനെ വരുന്നവർക്കാണ് ക്ലിനിക്കലി സപ്പോർട്ടഡ് ലൈഫ് സ്റ്റൈൽ കറക്ഷൻ ആവശ്യമായിട്ട് വരുന്നത്. അപ്പം നമ്മൾ ഈ ക്ലിനിക്കലി സപ്പോർട്ടഡ് ലൈഫ് സ്റ്റൈൽ കറക്ഷൻ നമ്മൾ കാണുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ശരിക്കും ബി പിയുടെ മരുന്ന് എല്ലാം നിർത്തി കഴിയുമ്പോഴാണ് ശരിക്കും ബി പി കൺട്രോൾ കിട്ടുന്നത്. ഈവൻ നമ്മൾ കുറച്ചുകൊണ്ട് വന്നു കഴിഞ്ഞാൽ തന്നെ ഒരു 140-90 ഇതൊക്കെ ഉണ്ടാവും. അത് കഴിഞ്ഞ് ചിലരിൽ, അത് ഓരോരുത്തരുടെയും ഡിപ്പെൻഡാണ്, ചിലരിൽ പെട്ടെന്ന് തന്നെ കുറഞ്ഞു വരും. ബി പി നമ്മുടെ മരുന്ന് നമുക്ക് പെട്ടെന്ന് നിർത്താൻ പറ്റും. പ്രത്യേകിച്ച് കിഡ്നി പ്രോബ്ലം ഉള്ളവർക്കൊക്കെ നമ്മൾ കാണുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ അവരുടെയാണ് ഏറ്റവും കൺട്രോൾ ചെയ്യാൻ ബുദ്ധിമുട്ട്. പക്ഷേ അവരുടെ പോലും നമ്മൾ ബി പിയുടെ മരുന്ന് എല്ലാം നിർത്തി കഴിയുമ്പോഴാണ് ഒരു റീസണബിൾ ബി പി കൺട്രോളിലേക്ക് വരുന്നത്. ചിലരിൽ നമ്മൾ പേഷ്യൻ്റ് തന്നെ മനസ്സിലാകും, ബി പിക്ക് മരുന്ന് എടുത്താലും എടുത്തില്ലെങ്കിലും ഒരുപോലെയാണ് ബി പി നിൽക്കുന്നത്. അങ്ങനെയാണ് പല പേഷ്യൻസിൻ്റെയും കാണുന്നത്. അപ്പോൾ അതൊക്കെ നമ്മൾ മനസ്സിലാക്കി എടുക്കണമെങ്കിൽ നമുക്ക് സ്വയം നമുക്കതൊന്നും ചെയ്യാൻ പറ്റില്ല. പ്രത്യേകിച്ച് മൾട്ടിപ്പിൾ മരുന്നുകളൊന്നും നമ്മൾ അതിനൊരു സപ്പോർട്ടോടുകൂടി, ഏതെങ്കിലും ഗൈഡൻസോടുകൂടി മാത്രം കുറച്ചുകൊണ്ടുവന്ന് നടത്താൻ നോക്കും. ഞാനീ പറഞ്ഞ കാര്യങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കാനും മനസ്സിലാക്കാനും കഴിഞ്ഞാൽ ഇത്തരം ജീവിതശൈലി രോഗങ്ങളുടെ കാരണം മനസ്സിലാക്കി അവയെ പ്രതിരോധിക്കാനും ഒരിക്കൽ വന്ന് നേരത്തെ കണ്ടെത്താനും ജീവിതശൈലിയിൽ വേണ്ട മാറ്റങ്ങൾ വരുത്തി അതിൽ നിന്നും മോചനം നേടാൻ സഹായകമാകും. മരുന്നോ ഓപ്പറേഷനോ കൊണ്ട് ഇത്തരം ജീവിതശൈലി രോഗങ്ങൾ മാറ്റാനാകില്ല. കാരണം മരുന്നിൻ്റെയോ ഓപ്പറേഷൻ്റെയോ കുറവുകൊണ്ടല്ല ഇത്തരം രോഗങ്ങൾ ഉണ്ടാകുന്നത്, മറിച്ച് ജീവിതശൈലിയിലെ അപാകതകൾ കൊണ്ടാണ്. അതിനാൽ ജീവിതശൈലി ക്രമീകരിക്കുന്നതിലൂടെ മാത്രമേ ഇത്തരം ജീവിതശൈലി രോഗങ്ങളെ പ്രതിരോധിക്കാനും ഒരിക്കൽ വന്നാൽ അതിൽ നിന്നും മോചനം നേടാനും സാധിക്കും. വൃക്കരോഗം പോലുള്ള ജീവിതശൈലി രോഗങ്ങൾ കൂടി വരികയാണ്. ഒപ്പം തന്നെ ജീവിതശൈലി രോഗങ്ങൾക്കായി ഓപ്പറേഷനുകൾക്ക് വിധേയരാകേണ്ടി വരുന്ന രോഗികളുടെ എണ്ണവും കൂടി വരുന്നു. ഓപ്പറേഷന് മുമ്പ് രോഗത്തിൻ്റെ അടിസ്ഥാന കാരണം ഓപ്പറേഷൻ എന്താണ് ലക്ഷ്യമിടുന്നത്, ഓപ്പറേഷൻ സമയത്തും അതിനുശേഷവും ഉണ്ടാകാവുന്ന അപകട സാധ്യതകളും പാർശ്വഫലങ്ങളും എന്തൊക്കെ തുടങ്ങിയ കാര്യങ്ങൾ രോഗികളും ബന്ധുക്കളും മനസ്സിലാക്കാൻ ശ്രമിക്കണം. ഒപ്പം തന്നെ ഓപ്പറേഷനിലൂടെ ലഭിക്കുന്ന
പ്രയോജനം, ഓപ്പറേഷൻ കൊണ്ട് രോഗം മാറുമോ, ഇനിയും രോഗമുണ്ടാകാൻ സാധ്യതയുണ്ടോ തുടങ്ങിയ കാര്യങ്ങളും അറിയാൻ ശ്രമിക്കുക. ഇൻഷുറൻസ് പരിരക്ഷ ഉള്ളവരാണ് കൂടുതലും. ഓപ്പറേഷനായി പണം ചിലവാക്കേണ്ടി വരുന്നില്ല. അതിനാൽ ശസ്ത്രക്രിയകളെ വളരെ ലാഘവത്തോടെ കാണുന്ന രീതി കൂടി വരികയാണ്. അനസ്തീസിയ സംബന്ധമായും ഓപ്പറേഷൻ സമയത്തും അതിനുശേഷവും ഉണ്ടാകാവുന്ന അപകട സാധ്യതകൾ വളരെ ചെറുതാണെങ്കിലും മരണത്തിന് പോലും ഉള്ള സാധ്യത ഉണ്ടാക്കും എന്ന യാഥാർത്ഥ്യം മനസ്സിലാക്കണം. ഓപ്പറേഷനായി നൽകുന്ന ഒട്ടുമിക്ക സമ്മതപത്രത്തിലും മരണം വരെ സംഭവിക്കാനുള്ള സാധ്യതയുണ്ട് എന്ന് എഴുതിയിട്ടുണ്ടാവും. രോഗിയും ബന്ധുക്കളും ഓപ്പറേഷന് മുമ്പായി നൽകേണ്ട സമ്മതപത്രം ഓപ്പറേഷൻ ദിവസമല്ല വായിക്കേണ്ടത്, മറിച്ച് ഓപ്പറേഷന് വിധേയമാകാൻ തീരുമാനിക്കുന്നതിനും തീയതി ഫിക്സ് ചെയ്യുന്നതിനും മുമ്പ് ഒപ്പുവയ്ക്കേണ്ട സമ്മതപത്രം വായിച്ചു നോക്കി മനസ്സിലാക്കണം. ജീവിതശൈലി രോഗങ്ങൾ ഉള്ളവർക്ക്, പ്രത്യേകിച്ചും രക്തക്കൊള്ളുകളെ ബാധിക്കുന്ന രോഗങ്ങളുള്ളവർക്ക് അനസ്തീസിയുടെയും ശസ്ത്രക്രിയാ സംബന്ധമായും ഉള്ള അപകട സാധ്യതകളും പാർശ്വഫലങ്ങളും കൂടുതലാണ് എന്നതും അറിയണം. രോഗങ്ങൾ തുടക്കത്തിലെ കണ്ടെത്തുകയും അമിതവണ്ണമുണ്ടെങ്കിൽ കുറയ്ക്കാൻ ശ്രമിക്കുകയും മെറ്റബോളിസത്തിലെയും ഇമ്മ്യൂണിറ്റിയിലെയും അപാകതകൾ കണ്ടെത്തി പരിഹരിക്കാൻ ശ്രമിക്കുകയുമാണ് വേണ്ടത്. അടുത്തത്, ആരോഗ്യകാര്യങ്ങളെക്കുറിച്ച് സംസാരിക്കുന്ന വ്യക്തിയുടെ ശാസ്ത്രീയ അടിത്തറ വിലയിരുത്തേണ്ടതുണ്ട് എന്നതാണ്. ഞാൻ ഡോക്ടർ ജോളി തോംസൺ 1981 ബാച്ചിൽ കോട്ടയം മെഡിക്കൽ കോളേജിൽ നിന്നും MBBSഉം തുടർന്ന് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ നിന്നും MDയും റീപ്രൊഡക്റ്റീവ് മെഡിസിനിലും സർജറിയിലും സ്പെഷ്യൽ ട്രെയിനിങ്ങുകൾക്ക് ശേഷം ഗവൺമെൻറ് സർവീസിൽ ചേർന്നു. 97-ൽ റിസൈൻ ചെയ്ത ശേഷം എറണാകുളത്ത് തേവരയിൽ ലൈഫ് കെയർ സെൻ്ററിൽ മരുന്നുകളും ശസ്ത്രക്രിയകളും ഒഴിവാക്കി ക്ലിനിക്കൽ സപ്പോർട്ടോടെയുള്ള ജീവിതശൈലി ക്രമീകരണത്തിലൂടെ ജീവിതശൈലിയുമായി ബന്ധപ്പെട്ട രോഗങ്ങൾ തടയുന്നതിനും ചികിത്സിച്ചു മാറ്റുന്നതിനും ഊന്നൽ നൽകുന്നു. മോഡേൺ മെഡിസിനിൽ ഉപയോഗിക്കുന്ന മരുന്നുകളും ഓപ്പറേഷനുകളും ഫിസിയോതെറാപ്പിയും ഇമ്മ്യൂണിറ്റിയെ എങ്ങനെ സ്വാധീനിക്കുന്നു എന്നതിനെക്കുറിച്ച് പഠനങ്ങൾ നടത്തി. ഈ പഠനങ്ങളുടെ വെളിച്ചത്തിൽ ഇമ്മ്യൂണിറ്റിയെ ഉത്തേജിപ്പിക്കാനുള്ള പോഷക മിശ്രിതങ്ങളും ഓക്സിഫ്ലെക്സ് എന്ന പ്രത്യേക വ്യായാമ രീതിയും ഡെവലപ്പ് ചെയ്തു. ഈ പോഷക മിശ്രിതങ്ങളുടെയും ഓക്സിഫ്ലെക്സ് വ്യായാമത്തിൻ്റെയും സഹായത്തോടെ കോശങ്ങളെ ശാക്തീകരിച്ച് രോഗമുക്തിയെ സഹായിക്കാനും ആരോഗ്യം ഉത്തമമാക്കാനും നിലനിർത്താനും സഹായിക്കുന്ന സെൽ ആക്ടിവേഷൻ എന്ന നൂതന ചികിത്സാ രീതിയും ഡെവലപ്പ് ചെയ്തു. അടുത്തതായി, എന്താണ് ക്ലിനിക്കലി സൂപ്പർവൈസ്ഡ് ആൻഡ് സപ്പോർട്ടഡ് ജീവിതശൈലി ക്രമീകരണം എന്നതാണ്. ക്ലിനിക്കലി സൂപ്പർവൈസ്ഡ് ജീവിതശൈലി ക്രമീകരണത്തിൽ ശരീരഘടനയും ശരീരത്തിലെ കൊഴുപ്പിൻ്റെ അളവും കണ്ടെത്തുകയും ഒപ്പം തന്നെ ഉത്തമ ശരീരഘടന എന്തായിരിക്കണമെന്ന് കണ്ടെത്തുകയുമാണ് ആദ്യഘട്ടം. രണ്ടാമതായി, രക്തപരിശോധനകൾ നടത്തി ഹൃദയം, രക്തക്കുഴലുകൾ, ലിവർ, കിഡ്നി തുടങ്ങിയ അവയവങ്ങളുടെ ആരോഗ്യസ്ഥിതിയും ഇമ്മ്യൂൺ സ്റ്റാറ്റസും ഹോർമോണുകളുടെയും പോഷകങ്ങളുടെയും ലെവലും ശരീരത്തിന് ചേരുന്ന ഭക്ഷ്യവസ്തുക്കൾ ഏതൊക്കെയെന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കുകയുമാണ്. മൂന്നാമതായി, ഉത്തമ ശരീരഘടനയിൽ എത്താനായി വേണ്ട ജീവിതശൈലി ക്രമീകരണങ്ങളാണ്. രോഗിയുടെ പ്രത്യേകതകൾ അനുസരിച്ച് ഉത്തമ ന്യൂട്രീഷനും വ്യായാമവും നൽകുന്നതിനൊപ്പം ശരീരത്തിലെത്തുന്ന വിഷാംശം കുറയ്ക്കാനുമാണ് ഇത് ശ്രമിക്കുന്നത്. ശരീരകോശങ്ങൾക്ക് പ്രവർത്തിക്കാൻ ഉത്തമമായ സാഹചര്യം ഒരുക്കുന്നതിലൂടെ ജീവനാധാരമായ മെറ്റബോളിക് അഥവാ രാസപ്രവർത്തനങ്ങളുടെ സമതുലിതാവസ്ഥ വീണ്ടെടുക്കുകയും നിലനിർത്തുകയുമാണ് ലക്ഷ്യം. ജീവിതശൈലി ക്രമീകരണത്തിലൂടെ രക്തയോട്ടവും മെറ്റബോളിക് പ്രവർത്തനങ്ങളും ഹോർമോൺ ബാലൻസും ഇമ്മ്യൂണിറ്റിയും ശരീരഘടനയും ഉത്തമമാക്കാനും നിലനിർത്താനും കഴിഞ്ഞാൽ ഒട്ടുമിക്ക ജീവിതശൈലി രോഗങ്ങളെയും പ്രതിരോധിക്കാനാവും. മാത്രമല്ല, വർഷങ്ങളായി മരുന്ന് കഴിക്കുന്നവർക്ക് പോലും രോഗം മൂർച്ഛിച്ച് അവയവങ്ങൾ തീരെ നശിക്കുന്നതിന് മുൻപെങ്കിലും കേടായ ശരീരകോശങ്ങളുടെ പുനർനിർമ്മിതിക്ക് ആവശ്യമായ പോഷകങ്ങൾ നൽകാനും വിഷാംശം ശരീരത്തിലെത്തുന്നത് തടയാനും ശരീരകോശങ്ങളെയെല്ലാം ഉത്തേജിപ്പിക്കാൻ ഉതകുന്ന വ്യായാമത്തിലൂടെ എല്ലാ ശരീരകോശങ്ങൾക്കും വേണ്ട രക്തയോട്ടം ലഭിക്കുന്നു എന്ന് ഉറപ്പാക്കാനും വേണ്ട ജീവിതശൈലി ക്രമീകരണത്തിന് തയ്യാറായാൽ പ്രമേഹവും പ്രഷറും ഹൃദ്രോഗവും അലർജിയും ആസ്മയും ആർത്രൈറ്റിസും ക്യാൻസറും പോലുള്ള ഒട്ടുമിക്ക ജീവിതശൈലി രോഗങ്ങളിൽ നിന്നും അവയ്ക്കായി കഴിക്കുന്ന മരുന്നുകളിൽ നിന്നും വേണ്ടി വരാവുന്ന ഓപ്പറേഷനുകളിൽ നിന്നും ഒക്കെ മോചനം നേടാനും കഴിയുന്നതേ ഉള്ളൂ. നെക്സ്റ്റ്, ക്ലിനിക്കലി സപ്പോർട്ടഡ് ലൈഫ് സ്റ്റൈൽ കറക്ഷൻ കൊണ്ട് BP ഉള്ള പേഷ്യൻസിന് എന്താണ് ബെനിഫിറ്റ് എന്നുള്ളതാണ്. നമ്മൾ BP ഉള്ള പേഷ്യൻസിൻ്റെ പ്രത്യേകത പറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ മിക്കവാറും അവർക്ക് BPക്ക് മാത്രമായിരിക്കില്ല, വളരെ റെയർ ആയിട്ട് മാത്രമേ BP മാത്രത്തിന് വേണ്ടിയിട്ട് ക്ലിനിക്കലി സപ്പോർട്ടഡ് ലൈഫ് സ്റ്റൈൽ കറക്ഷൻ എടുക്കാൻ വരാറുള്ളൂ. അത് ജനറലി യങ്സ്റ്റേഴ്സാണ്. അവർ പല മരുന്നും ട്രൈ ചെയ്ത് നോക്കിയിട്ടും BP കൺട്രോൾ ചെയ്യാത്ത ഈവൻ പ്രായമായവരുമുണ്ട്. ചിലരൊക്കെ ഞാൻ ഓർക്കുന്നു, മൾട്ടിപ്പിൾ മെഡിസിൻസ് ഒക്കെ കഴിച്ചിട്ട് അവർക്ക് ഒരു കൺട്രോളും ഇല്ല. ആയുർവേദം നോക്കി, ഹോമിയോ നോക്കി, മോഡേൺ മെഡിസിനിലും പല മരുന്നും കഴിച്ചിട്ടും
BP കൺട്രോൾ ആകുന്നില്ല. അതുകൊണ്ട് ഡോക്ടറെ ഞാൻ മരുന്നങ്ങ് നിർത്തി. എന്നിട്ട് നല്ല BP ആയിട്ട് തന്നെ നടക്കുക. കാരണം മരുന്ന് കഴിച്ചിട്ടും കാര്യമില്ല. അങ്ങനെയും ഫ്യൂ പേഷ്യൻസിനെ കണ്ടിട്ടുണ്ട്. യങ്സ്റ്റേഴ്സും ഉണ്ട്, കുറച്ച് പ്രായമായവരുണ്ട്. അപ്പോൾ അവരൊക്കെ കുറച്ച് എഡ്യൂക്കേറ്റഡ് ആൻഡ് വളരെ ഇതിനെക്കുറിച്ച് സ്റ്റഡി ചെയ്തിട്ടുള്ളവരാ. അപ്പോൾ ഇത്തരം പേഷ്യൻസിന് പോലും നമുക്ക് കുറച്ചുകൊണ്ട് വരാൻ പറ്റുന്നു എന്നുള്ളതാണ്. അപ്പം ഒരു കൺട്രോളും കിട്ടുകയില്ല എന്നുള്ളത്. പിന്നെ ചിലരുണ്ട് 3-4 മരുന്നൊക്കെ കഴിക്കുന്നുണ്ടാവും. ചിലർ 4-5 BPക്ക് വേണ്ടിയിട്ട് തന്നെ മരുന്ന് കഴിക്കുന്നുണ്ടാവും. അതുകൂടാതെ ഹാർട്ടിന് വേണ്ടിയിട്ട് കഴിക്കുന്ന കുറേ മരുന്നുകളുണ്ട്. അഞ്ചൈനയ്ക്ക് വേണ്ടിയിട്ട് കഴിക്കുന്ന 3-4 മരുന്നുണ്ടാവും. ഇതെല്ലാം ശരിക്കും ചെയ്യുന്നത് എന്താ? രക്തക്കുഴലുകളെ വികസിപ്പിക്കുകയാണ് ചെയ്യുന്നത്. അത് ഒന്നെങ്കിൽ എൻഡോത്തീലിയൽ ഫാക്ടേഴ്സിനെ എഫക്റ്റ് ചെയ്ത്, അതായത് ഈ നൈട്രസ് ഓക്സൈഡ്, സോർബിട്രേറ്റ് എന്നൊക്കെ പറഞ്ഞ ഈ നൈട്രോഗ്ലിസറിൻ ഗ്രൂപ്പിൽപ്പെട്ട മരുന്നുകളുണ്ട്. അതാണ് ഏറ്റവും കൂടുതൽ ഈ അഞ്ചൈന, ഹാർട്ട് അറ്റാക്ക് വന്ന പേഷ്യൻസിന് കൊടുക്കുന്നത്. ഇതെല്ലാം രക്തക്കുഴലുകളെ വികസിപ്പിക്കുകയാണ് ചെയ്യുന്നത്. അപ്പം അങ്ങനെ ചിലർ വലിയ BP ഒന്നും ഇല്ലാത്തവർ ഈ 3-4 അഞ്ചൈന മരുന്നും 3-4 BP മരുന്നും എല്ലാം കൂടെ എടുത്തത് ഈ ഹാർട്ട് പേഷ്യൻസിനെല്ലാം കാണും ബീറ്റ ബ്ലോക്കർ കാണും. അപ്പം ഇതെല്ലാം കൂടെ കൂട്ടി അതിൻ്റെ കൂടെ ആൽഫ ബ്ലോക്കറും ബീറ്റ ബ്ലോക്കറും ഒരേ ഇതിൽ തന്നെ 2-3 ഒരേ ഗ്രൂപ്പിലുള്ളതും ഒക്കെ കാണാറുണ്ട്. അപ്പം ഇതെല്ലാം കൂടെ കണ്ടിട്ട് ചിലരിൽ BP തന്നെ ഭയങ്കര ലോ ആയിരിക്കും, ഈ അഞ്ചൈനയ്ക്കും കൂടെ മരുന്നെടുക്കുന്നവർ. ചിലരിൽ ഇതൊക്കെ എടുത്തിട്ടും BP കൺട്രോളും ആയിരിക്കുകയില്ല. അപ്പം നമ്മൾ ബേസിക്കലി ഇതൊക്കെ ഇങ്ങനത്തെ പേഷ്യൻസ് എല്ലാം നമ്മൾ അതിൻ്റെ കൂടെ ഡയബറ്റീസും മറ്റുള്ള രോഗങ്ങളും ഒക്കെ ഉണ്ടാകും, ബ്ലഡ് തിന്നേഴ്സും ഒക്കെ ഉണ്ടാകും. ഈവൻ ഇങ്ങനത്തെ പേഷ്യൻസ് ആണ് ഡയബറ്റിക് ആണെങ്കിൽ നമ്മൾ ഡയബറ്റീസിൻ്റെ മരുന്ന് നിർത്തിക്കൊണ്ടാകണം. ഹൈപ്പർ ടെൻഷൻ ഉണ്ടെങ്കിൽ ഹൈപ്പർ ടെൻഷൻ ആണെങ്കിൽ ട്രീറ്റ്മെൻറ്റ് എടുക്കുമ്പം ഡയബറ്റീസ് ഫ്രീ ആയിട്ട് ക്ലിയർ ചെയ്യുന്നത് പോലെ കിട്ടുമെന്നുള്ളതാണ്. അപ്പോൾ ഡയബറ്റീസിൻ്റെ മരുന്ന് നമുക്ക് തുടങ്ങുമ്പോഴേ തന്നെ നിർത്താം. പിന്നെ നമ്മളുടെ ഹോർമോൺ സിസ്റ്റവും നമ്മളുടെ ബോഡിയിലെ കൊഴുപ്പ് കുറഞ്ഞു വന്ന് ഹോർമോൺസ് നോർമലായി നെർവ് സിസ്റ്റം ഒക്കെ ഒന്ന് ബാലൻസ് ചെയ്ത് വരുന്നതനുസരിച്ച് നമ്മൾ ഓരോ മരുന്നുകൾ കുറച്ചുകൊണ്ട് വരുന്നത്. ഇപ്പോൾ BPയുടെ മിക്കവാറും ഒരു 3rd ഡേ, ചിലരുടെയൊക്കെ 2nd ഡേ അവരോട് തന്നെ പറയും BP വീട്ടിലിരുന്ന് നോക്കുക, കുറയുമ്പോൾ ആദ്യം ഏത് മരുന്നാണ് കുറയ്ക്കേണ്ടതെന്ന് പറയും. ഒരെണ്ണം ആദ്യം നോക്കി ഏറ്റവും സൈഡ് ഇഫക്റ്റ് ഓരോരുത്തരുടെയും കണ്ടീഷനും കൂടെ അനുസരിച്ച് മറ്റ് കോമോബിഡിറ്റീസ്, മറ്റ് രോഗങ്ങൾ, ഇപ്പോൾ കിഡ്നിക്ക് അസുഖമുണ്ടോ അല്ലെ ഹാർട്ടിന് അസുഖമുണ്ടോ, ഇതും കൂടെ നോക്കിയിട്ടാണ് ഏത് ഡിസ്കണ്ടിന്യൂ ആദ്യം ടേപ്പർ ഓഫ് ചെയ്യേണ്ടത് ഏതാണെന്ന് ഡിസൈഡ് ചെയ്യും. എന്നിട്ട് അത് BP വീട്ടിലിരുന്ന് മോണിറ്റർ ചെയ്തുകൊണ്ട് അത് കുറയ്ക്കാൻ പറയും. അത് കഴിഞ്ഞിട്ട് 2nd മെഡിസിൻ, 3rd മെഡിസിൻ അങ്ങനെ ഓരോന്നായിട്ട് കുറച്ചുകൊണ്ട് വന്ന് നിർത്തുകയാണ് ചെയ്യുന്നത്. അപ്പം യൂഷ്വലി 1-2 മരുന്നൊക്കെ ഉണ്ടെങ്കിൽ മിക്കവാറും ഇതിൻ 2 വീക്സ്, അപ്പോൾ അത് 15th ഡേ വരുമ്പോഴേക്കും തന്നെ മരുന്ന് നിർത്താൻ പറ്റിയിട്ടുണ്ടാവും. പക്ഷെ 3-4 മരുന്നൊക്കെ ഉണ്ട്. ഈ കിഡ്നി പേഷ്യൻ്റൊക്കെ ആണെങ്കിൽ, കിഡ്നി ഓൾറെഡി റീനൽ ഫെയിലിയർ 5ലേക്കൊക്കെ വന്നവരാണെങ്കിൽ കുറച്ചും കൂടെ സമയമെടുക്കും. ഒന്നാമത് ഈ BPയുടെ കിഡ്നി പേഷ്യൻസിൻ്റെ പ്രോബ്ലം എന്താണെന്ന് ചോദിച്ചാൽ, പ്രത്യേകിച്ചും ലേറ്റ് സ്റ്റേജുള്ള കിഡ്നി പേഷ്യൻസിന് അവരെന്ത് മരുന്ന് എടുത്തു കഴിഞ്ഞാലും BP കൂടിയായിരിക്കും നിൽക്കുന്നത്. അപ്പം അത് പതുക്കെ അതൊന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കൊണ്ടുവരാൻ ചിലപ്പോൾ കുറച്ചും കൂടെ 1-2 മാസം കൊണ്ടായിരിക്കും കംപ്ലീറ്റ് ടേപ്പർ ഓഫ് ചെയ്യാൻ പറ്റുന്നത്. പിന്നെ ഹാർട്ട് പേഷ്യൻസിൻ്റെ ആണെങ്കിലും നമ്മൾ അതിൻ്റെ കാർഡിയാക് മാർക്കേഴ്സ് വെച്ചിട്ടും കൂടെയാണ് ഈ ഹാർട്ടിൻ്റെ ആൻജൈനയ്ക്കുള്ള മരുന്നുകളും BPക്കുള്ളതും കൂടെയാണ്. കാരണം അത് ആക്ട് ചെയ്യുന്നത് തന്നെ ഹാർട്ടിലേക്കുള്ള രക്തക്കൊഴലുകളെ വികസിപ്പിക്കുക, ഹോൾ ബോഡി, അവിടുത്തെ മാത്രമല്ല വികസിപ്പിക്കുന്നത്, ഹോൾ ബോഡിയിലേക്കുള്ളത് വികസിപ്പിക്കുകയായിരിക്കും ചെയ്യുന്നത്. അതുകൊണ്ട് ഈ പേഷ്യൻസ് ഹെവി ആയിട്ട് ഈ അഞ്ചൈനയ്ക്കും ഹാർട്ടിന് വേണ്ടിയിട്ട് മരുന്നും BPക്ക് വേണ്ടി മരുന്നടിക്കുന്ന ഭയങ്കര ടയേർഡായിരിക്കും. അവർക്ക് ഒന്നും ചെയ്യാൻ പറ്റാത്ത, പ്രത്യേകിച്ച് പല യങ്സ്റ്റേഴ്സും പറയാറുണ്ട്, ഈ തുടങ്ങിക്കഴിഞ്ഞാൽ ഡോക്ടറെ ഈ സ്റ്റെൻറ്റ് വിട്ട് ഈ മരുന്നെല്ലാം കൂടെ തുടങ്ങി കഴിഞ്ഞപ്പോൾ ഇപ്പോൾ ഒട്ടും വയ്യ. അപ്പോൾ പല പേഷ്യൻസിനും ഇതാണ്. കാരണം എന്താണെന്ന് ചോദിച്ചാൽ, ഇത് ഈ രക്തക്കുഴലുകളെല്ലാം ബ്ലഡ് മുഴുവൻ കിടക്കുന്നത് ഇതിലാണ്. ചിലരുടെ നമ്മൾ കാണാറുണ്ട്, ഇതെല്ലാം കൂടെ കഴിക്കുമ്പോൾ BP തീരെ ലോ ആയിരിക്കും, 90-60, 90-55 ഒക്കെ കാണാറുണ്ട്. അപ്പോൾ ആ മരുന്നുകൾ കുറച്ചില്ലെങ്കിൽ അവരുടെ ഹാർട്ടിന് പമ്പ് ചെയ്യാൻ ബ്ലഡ് കിട്ടണ്ടേ. ഈ ബ്ലഡെല്ലാം രക്തക്കുഴലിൽ പോയി പൂൾ ചെയ്ത് കിടക്കുകയാണ്. അപ്പോൾ അത് തന്നെ ഡേഞ്ചറസ് ആണ്. ശരിക്കും ഒരു ഹാർട്ടിലേക്ക് ആവശ്യത്തിന് ബ്ലഡ് ചെല്ലാതെ വരും ഇങ്ങനെ ഓവറായിട്ട് മരുന്നുകൾ എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ. നമ്മൾ ഈ ക്ലിനിക്കലി സപ്പോർട്ടഡ് ലൈഫ് സ്റ്റൈൽ കറക്ഷന് നമ്മൾ വീട്ടിലിരുന്ന് BP നോക്കി, പ്രഷർ ഷുഗർ ഉണ്ടെങ്കിൽ ഷുഗറും നോക്കി, ഇപ്പോൾ കിഡ്നി പ്രോബ്ലം എന്തെങ്കിലും ഉള്ളവരാണെങ്കിൽ യൂറിൻ ഔട്ട്പുട്ട് നോക്കി അത് കൺട്രോൾ ചെയ്യുകയാണ്. ഓരോന്നായിട്ട് മരുന്ന് കുറച്ച് മിക്കവാറും മരുന്നുകളെല്ലാം തന്നെ ഒരു 30 ഡേയ്സ് ആകുമ്പോഴേക്കും നിർത്താൻ പറ്റും. ചിലർക്ക് ചിലപ്പം ഒരു SOS ആയിട്ട് ആവശ്യം വന്നാൽ, ഒരു സ്ട്രെസ് വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ചിലപ്പം ഇടയ്ക്ക് കഴിക്കേണ്ടി വരും.
ആ നിലയിലേക്ക് കൊണ്ടുവരാൻ പറ്റുമെന്നുള്ളതാണ്. പിന്നെ ഇതിലെല്ലാം പ്രധാനം നമ്മൾ വെയിറ്റ് കുറയ്ക്കുക. അപ്പോൾ ഒബേസിറ്റി ഉള്ളവരാണെങ്കിൽ ഡെഫിനിറ്റ്ലി വെയിറ്റും കൂടെ കുറച്ചുകൊണ്ട് വരണം. അപ്പം നമുക്ക് ഒരു ഒബേസ് പേഷ്യൻ്റ് ആണെങ്കിൽ ശരിക്കും പറഞ്ഞാൽ കറക്റ്റായിട്ട് ഈ ക്ലിനിക്കലി സപ്പോർട്ടഡ് ലൈഫ് സ്റ്റൈൽ കറക്ഷൻ നോക്കുന്നവർക്കാണെങ്കിൽ ഫസ്റ്റ് മന്ത് തന്നെ 10% വെയിറ്റ് കുറയും. അതായത് 100 കിലോ ഉള്ള ആൾക്കാണെങ്കിൽ 90 കിലോയിലേക്ക് ഫസ്റ്റ് മന്ത് കൊണ്ട് തന്നെ വരാൻ പറ്റും. ഈവൻ അതിലും കുറയ്ക്കുന്നവരും ഉണ്ട്. പിന്നെ ഇവർക്കെല്ലാം ഭയങ്കര ക്രേവിങ് ആയിരിക്കും ഫുഡിനോട്. അപ്പോൾ അതുകൊണ്ടുള്ള വേറെ എന്തെങ്കിലും പോയി എടുത്ത് കഴിക്കുകയോ അങ്ങനെ ഉഴപ്പിപ്പോവുകയോ ചെയ്യുന്നുണ്ടെങ്കിൽ മാത്രമേ ഉള്ളൂ. കറക്റ്റായിട്ട് നോക്കുവാണെങ്കിൽ ഒരു 10% ഫസ്റ്റ് മന്തിൽ തന്നെ കുറയ്ക്കാം. പിന്നത്തെ മാസങ്ങൾ വരുമ്പോഴേക്കും അത്രയും തന്നെ പറ്റിയില്ല എന്നിരിക്കും. പക്ഷേ ഒരു ഓൺ ആൻ ആവറേജ് 20% 2 മന്ത്സ് കൊണ്ട് 3 മന്ത്സ് കൊണ്ട് കുറയ്ക്കാൻ പറ്റും. അതായത് 100 കിലോ ഉള്ള ഒരാൾക്ക് 80 കിലോയിലേക്ക് വരാൻ പറ്റും. ഈവൻ ഈ 25% ഒക്കെ കുറച്ചിട്ടുള്ളവരുണ്ട് അത്രയും മോട്ടിവേഷനുള്ളത്. പ്രത്യേകിച്ചും വെയിറ്റ് കുറഞ്ഞ് ഹാർട്ടിൻ്റെയൊക്കെ ക്ലിയർ ആയില്ലെങ്കിൽ അവരുടെ ജോലി പോവും, അങ്ങനത്തെയൊക്കെ പ്രശ്നങ്ങളുള്ളവരാണ് മോർ മോട്ടിവേറ്റഡ് പേഷ്യൻസ്. അപ്പോൾ അവരൊക്കെ ഈവൻ 3 മാസം കൊണ്ട് 25% ഒക്കെ വെയിറ്റ് കുറയ്ക്കുന്നവരും ഉണ്ടെന്നുള്ളതാണ്. അപ്പോൾ ഈ വെയിറ്റ് കുറയുമ്പോൾ തന്നെ നമ്മൾ മെഡിക്കൽ ഇതിലെല്ലാം കാണാം, ഒരു ഫ്യൂ kg കുറച്ചാൽ തന്നെ നമ്മൾ BP കുറയും. കാരണം എന്താണെന്ന് ചോദിച്ചാൽ ഈ കൊഴുപ്പിനകത്തുള്ള വരുന്ന കുറേ കെമിക്കൽസ് ഉണ്ട്, ഈ ഹോർമോൺസ് പോലെയുള്ള സാധനങ്ങളുണ്ട്. അതൊരു ഇൻഫ്ലമേറ്ററി മാർക്കേഴ്സാണ്. ഇതും കൂടിയാണ് നമ്മളുടെ പ്രഷർ കൂടാൻ കാരണമാകുന്നത്. ഈ പ്രഷർ ഇങ്ങനെ തിങ്ങിയിരിക്കുകയാണല്ലോ, അതിനകത്തൂടെയൊക്കെയുള്ള ബ്ലഡ് സർക്കുലേഷനെയൊക്കെ കുറഞ്ഞു പോകുമ്പം അവിടെ നിന്നുള്ള ചില കെമിക്കൽസ് വരും. അപ്പോൾ ഈ എല്ലായിടത്തും നമ്മൾ ഈ ഉദ്ദേശിക്കുന്നത് സ്കിന്നിൽ മാത്രമല്ല ഈ കൊഴുപ്പടിഞ്ഞിരിക്കുന്നത്, ഈവൻ നമ്മുടെ ഹാർട്ടിന് പുറമേ പോലും കൊഴുപ്പടിഞ്ഞിരിക്കുകയാണ്. കൊഴുപ്പഴിഞ്ഞ് ആ ഹാർട്ടിൻ്റെ രക്തക്കുഴലുകളെയും എല്ലാം ഇൻഫ്ലമൻ്റ് ആക്കുന്നത് ഈ കൊഴുപ്പ് തന്നെയാണ്. നമ്മൾ ഈ ഹാർട്ടിൻ്റെയൊക്കെ പടം കണ്ടാലറിയാം, ബൈപ്പാസിനെ ഹാർട്ടിൻ്റെ ഓറിയൻറ്റഡ് ആയിട്ട് ഹാർട്ടിൻ്റെ രക്തക്കുഴലുകളെല്ലാം അതിൻ്റെ പുറമേ കൂടെയാണ് വരുന്നത്. ഇതെല്ലാം ചുറ്റി ഫാറ്റ് ഉണ്ടാവും. ഹാർട്ട് പേഷ്യൻസിന് ഈ ഫാറ്റിൻ്റെ അളവ് ഒത്തിരി കൂടുതലായിരിക്കും, അതാണ് വ്യത്യാസം വരുന്നത്. അപ്പം ബേസിക്കലി നമ്മൾ ഈ കൊഴുപ്പ് കുറയുന്നു എന്നുള്ളതും BP കൺട്രോൾ ചെയ്യാനായിട്ട് വളരെ ഇമ്പോർട്ടൻ്റ് ആണെന്നുള്ളത്. ബേസിക്കലി ക്ലിനിക്കലി സപ്പോർട്ടഡ് ലൈഫ് സ്റ്റൈൽ കറക്ഷനിൽ BPക്കായിട്ട് എടുത്തു കഴിഞ്ഞാലും മറ്റുള്ള എന്തൊക്കെ ശൈലി മെഡിസിൻസ് ഉണ്ടെങ്കിലും, പ്രത്യേകിച്ച് ഈ പ്രോസ്റ്റേറ്റിന് വേണ്ടിയിട്ടും ഇവർക്കെല്ലാം തന്നെ മിക്കവാറും മിഡിൽ ഏജ് ആണല്ലോ. അപ്പോൾ മിക്കവാറും പ്രോസ്റ്റേറ്റ്, കാരണം ഇത് ഹോർമോൺ ഇംബാലൻസ് കൊണ്ടാണല്ലോ ഇതൊക്കെ വരുന്നത്. അപ്പം അതിൻ്റെ സെക്സ് ഹോർമോൺസിൻ്റെ ഇംബാലൻസ് ആണ് ഈ പ്രോസ്റ്റേറ്റിന് കാരണമാകുന്നത്. അപ്പോൾ പ്രോസ്റ്റേറ്റ് BPH ഉണ്ടാവും, ഓർ ഈവൻ PSA കൂടുതലായിരിക്കും. ഇപ്പം ഇത്തരം പേഷ്യൻസിനെല്ലാം ആണെങ്കിലും ഈവൻ PSA നമ്മൾ പലപ്പോഴും ഈ ക്ലിനിക്കലി സപ്പോർട്ടഡ് ലൈഫ് സ്റ്റൈൽ കറക്ഷൻ നമ്മൾ തുടങ്ങുന്നതിന് മുമ്പ് ഈവൻ നമ്മൾ ക്യാൻസർ മാർക്കേഴ്സ് നമ്മൾ നോക്കും, ഏർലി ഡിറ്റക്ഷൻ ഓഫ് ക്യാൻസർ. അപ്പം ചിലർ PSA ഒക്കെ ഓൾറെഡി പോസിറ്റീവ് ആയിട്ടുള്ളവരുണ്ടാവും, അല്ലെങ്കിൽ നമ്മൾ ആദ്യമായിട്ട് നോക്കുന്ന അന്നേരമായിരിക്കും, അപ്പോൾ PSA കൂടുതൽ കാണാം. അതുപോലെ അതായത് കോളൻ ക്യാൻസറിൻ്റെ ഒരു മാർക്കറാണ്, അത് കൂടുതൽ കാണാം. ലേഡീസിൽ CA-125 കൂടുതലായിട്ട് കാണാം. അങ്ങനെ മൾട്ടിപ്പിൾ മാർക്കേഴ്സ് ഉണ്ട്, ഇതിലൊക്കെ പലതും കൂടുതലായിട്ട് കാണാം. അപ്പം ഇതാണേലും കുറഞ്ഞു വരും എന്നുള്ളതാണ്. ഈവൻ പ്രോസ്റ്റേറ്റിന് വേണ്ടിയിട്ട് വർഷങ്ങളായിട്ട് പ്രോസ്റ്റേറ്റിന് വേണ്ടിയിട്ട് മരുന്ന് എടുത്തുകൊണ്ടിരിക്കുന്നവരുടെയും മരുന്ന് കുറച്ചുകൊണ്ട് വന്ന് നിർത്താൻ പറ്റും എന്നുള്ളതാണ്. പിന്നെ ആർത്രൈറ്റിസ്, ഏത് രോഗമാണെങ്കിലും ലൈഫ് സ്റ്റൈൽ, നമ്മൾ ഈ ക്രോണിക് മെഡിക്കേഷൻ എടുക്കുന്ന മരുന്ന് രോഗങ്ങളെല്ലാം ലൈഫ് സ്റ്റൈൽ റിലേറ്റഡാണ്. ഐദർ മെറ്റബോളിക് ആയിരിക്കും, അല്ലെങ്കിൽ അലർജിക് ആയിരിക്കും, അല്ലെങ്കിൽ ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസ് ആയിരിക്കും. അപ്പം ഇതിൻ്റെ എല്ലാ മരുന്നുകളും കൂടെ കുറച്ചുകൊണ്ട് വന്ന് നമുക്ക് നിർത്താൻ പറ്റും എന്നുള്ളതാണ് ഈ അപ്രോച്ചിൻ്റെ ഒരു വ്യത്യാസം. മറ്റേതാണ് ഓരോന്നിനും നമ്മൾ മരുന്ന് എടുത്തുകൊണ്ടിരിക്കണമല്ലോ. ഈവൻ ഹാർട്ടിൻ്റെ ബ്ലഡ് തിന്നേഴ്സ് എല്ലാം ഓൺലി തിങ് നമുക്ക് നിർത്താൻ പറ്റാതെ വരുന്നത്, ചിലപ്പം കുറച്ചുകൂടെ കൂടുതൽ എടുക്കേണ്ടി വരുന്നത് ഈ സ്റ്റെൻറ്റ് ഇട്ടിട്ട് 1 വർഷം ആകാത്തവർ, അല്ലെങ്കിൽ പേസ് മേക്കർ വെച്ചിട്ടുള്ളവർ, അവർക്കൊക്കെ ബ്ലഡ് തിന്നേഴ്സ് നമുക്ക് നിർത്താൻ പറ്റില്ല. അങ്ങനെ വെരി റെയർ അല്ലാത്ത മിക്കവാറും പേരുടെയും നമുക്ക് മരുന്നുകളെല്ലാം കുറച്ചുകൊണ്ടൊന്ന് നിർത്താൻ പറ്റുന്നതാണ്. പിന്നെ ഇങ്ങനെയൊക്കെ ആണെങ്കിൽ എന്താണ് ഇതിൻ്റെ ഒരു പ്രോബ്ലം എന്ന് ചോദിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ, പ്രോബ്ലം ബേസിക്കലി ഒന്നുമില്ല. പ്രത്യേകിച്ച് നമ്മൾ ഒന്നും നോക്കേണ്ടത് അവനവൻ ലൈഫ് സ്റ്റൈൽ കറക്റ്റ് ചെയ്യാൻ വില്ലിങ് ആയിരിക്കണം. അപ്പം പലപ്പോഴും ലൈഫ് സ്റ്റൈൽ കറക്റ്റ് ചെയ്യാൻ വില്ലിങ് അല്ലാത്തത് കൊണ്ടാണ് നമ്മൾ ഈ മരുന്നുകളിലേക്കൊക്കെ ആദ്യം തന്നെ പോകേണ്ട വന്നത്. പിന്നെ മരുന്നിലേക്ക് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഡീപ്പർ ഇതിൽ പോവുകയാണ്. അപ്പോൾ ഡയബറ്റീസ് ആണെങ്കിലും ഹൈപ്പർ ടെൻഷൻ ആണെങ്കിലും ഒരു മരുന്ന് എടുത്തു, പിന്നെ അടുത്ത മരുന്ന് വന്നു, അങ്ങനെ മൾട്ടിപ്പിൾ മരുന്ന് വരുമ്പോഴേക്കും ഹൈപ്പർ ടെൻഷൻ പേഷ്യൻ്റ് ഡയബറ്റിക് ആകും, ഡയബറ്റിക് പേഷ്യൻ്റ് ഹൈപ്പർ ടെൻഷൻ ആകും, അല്ലെങ്കിൽ അതിൻ്റെ കൂടെ ഹാർട്ട് അറ്റാക്ക് വരും, പിന്നെ കൂടുതൽ മരുന്നായി, പിന്നെ കൂടുതൽ ഓവർ വെയിറ്റ് ഗെയിനും ആയിരിക്കും വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പം നമുക്ക് ലൈഫ് സ്റ്റൈൽ കറക്റ്റ് ചെയ്താൽ ഞാൻ വില്ലിങ് ആണെങ്കിലും മാത്രമേ ഇത് പ്രാക്ടിക്കൽ ആവുകയുള്ളൂ എന്നുള്ളത്. അപ്പോൾ ഒരു
3 to 6 മന്ത്സ്, പ്രത്യേകിച്ച് നമ്മുടെ ബോഡി ഒന്ന് കറക്റ്റ് ആകുന്നോടം വരെ, ബോഡിയെ കറക്റ്റാക്കി നമ്മളുടെ കൊഴുപ്പൊക്കെ കളഞ്ഞ് നമ്മുടെ മസിലും ബോണും ഒക്കെ ഇമ്പ്രൂവ് ചെയ്ത് ബോഡിയെ ഒന്ന് റിപ്പയർ ചെയ്തെടുക്കുന്നോടം വരെയാണ് ഈ സ്ട്രിക്റ്റ് ഡയറ്റ് വേണ്ടി വരുന്നത്. കാരണം കാലറി കുറയ്ക്കണം, ലോ കാലറി, അതായത് അരി, ഗോതമ്പ്, മധുരം അങ്ങനത്തെ സാധനങ്ങളൊക്കെ കുറയ്ക്കേണ്ടി വരും. പിന്നെ വെരി റെയറായിട്ട് ലീനായിട്ടുള്ള ഇത് കാണാറുണ്ട്, പക്ഷെ അത് വളരെ കുറവാണ്. എത്രയാണെങ്കിലും ഒരു 5-6 കിലോയിലും കുറയ്ക്കേണ്ടാത്ത ആരെയും കണ്ടിട്ടില്ല എന്നുള്ളതാണ്. എത്ര ലീനായിട്ടുള്ളവരാണെങ്കിലും കൊഴുപ്പ് കൂടുതലാണ്, കുടവയറുണ്ടാകും. ആ കുടവയറ് മാറണം, അതാണ് ഇതിനകത്ത് വരുന്നത്. നെക്സ്റ്റ് ഇപ്പം ലൈഫ് സ്റ്റൈൽ കറക്റ്റ് ചെയ്യാനും വില്ലിങ് ആണെങ്കിൽ തന്നെ പിന്നെയുള്ളത് അതിൻ്റെ ഒരു ഫൈനാൻഷ്യൽ പ്രോബ്ലമാണ്. ഇപ്പം നമ്മളെല്ലാത്തിലും ഇൻഷുറൻസ് ബേസ്ഡ് ആയിരിക്കും പലരും നോക്കുന്നത്. അപ്പോൾ ഇത് ലൈഫ് സ്റ്റൈൽ കറക്ഷന് വേണ്ടിയിട്ട് ഇപ്പോഴും ഇൻഷുറൻസ് കിട്ടാൻ നമുക്ക് ഒരിടത്തും പ്രൊവിഷൻ വന്നിട്ടില്ല. അപ്പം നമ്മൾ ആ ഇൻഷുറൻസ് കിട്ടും എന്നുള്ള ഒരു ബെനിഫിറ്റ് കിട്ടുകയില്ല. അതാണ് ഒരു കാര്യം വരുന്നത്. ഫ്യൂച്ചറിൽ അതൊക്കെ മാറി വരുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. നെക്സ്റ്റ് ഒരു പ്രോബ്ലം കൂടെ വരാവുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സോഷ്യൽ പ്രഷറാണ്. 100 കിലോ ഉള്ള ആൾ 90 കിലോ ആകുമ്പോഴേക്കും അയ്യോ ക്ഷീണിച്ചു പോയി, എന്ത് രോഗം പിടിച്ചോ എന്നൊക്കെ ചോദിക്കും. അപ്പോൾ അത് മാറ്റാനായിട്ടും അതിൻ്റെ അങ്ങനത്തെ പ്രഷർ വരുന്നത് നമ്മൾ തടയാനായിട്ട് നമ്മൾ മെൻ്റലി പ്രിപ്പയർഡ് ആയിരിക്കണം. ക്ലിനിക്കലി സപ്പോർട്ടഡ് ലൈഫ് സ്റ്റൈൽ കറക്ഷനിൽ നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു അത്ലറ്റിക് ബോഡിയാണ്, ഏത് പ്രായത്തിലുള്ള ആൾക്കാണേലും. അപ്പോൾ നമ്മളിപ്പോഴത്തെ ഒരു 30-35 വയസ്സുള്ള ഒരു അത്ലറ്റ്, ഒരു ഓട്ടക്കാരൻ, നമ്മളുടെ എന്താ ഫാസ്റ്റ് റണ്ണർ ഒക്കെ ആയിട്ടുള്ളവരുണ്ടല്ലോ, അല്ലെങ്കിൽ നമ്മളുടെ ഫുട്ബോൾ പ്ലെയേഴ്സും അല്ലെങ്കിൽ ക്രിക്കറ്റ് പ്ലെയേഴ്സും അതുപോലുള്ള ഏറ്റവും അത്ലറ്റിക്കലി ഏറ്റവും ഫിറ്റ് ആയിട്ടിരിക്കുന്നവരുടെ ഒരു ബോഡിയാണ് നമുക്ക് ഉണ്ടാവേണ്ടത്. അതെത്തിക്കാനും കൂടെയാണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ അതല്ലാത്ത ഒരു നമ്മളുടെ മനസ്സിൽ ഈ വണ്ണം കൂടി കുടവയറൊക്കെയാണ് ഹെൽത്ത് എന്ന് കരുതുന്നുണ്ടെങ്കിൽ അത് മാറ്റി വയ്ക്കണം. അത് മാത്രം നമ്മൾ മാറ്റിയാൽ മാത്രം പോലെ അത് സ്ട്രോങ് ആയിട്ട് നമ്മൾ റിലേറ്റീവ്സിൻ്റെ അടുത്തും ഫ്രണ്ട്സിൻ്റെ അടുത്തും അത് പറഞ്ഞു നിൽക്കാനും, എൻ്റെ ബോഡി കറക്റ്റ് ആകുന്നതെങ്കിൽ ഇത്ര വെയിറ്റ് ഉണ്ടെങ്കിലേ പറ്റുള്ളൂ. അത് നമ്മൾ ക്ലിനിക്കലി സപ്പോർട്ടഡ് ലൈഫ് സ്റ്റൈൽ കറക്ഷൻ തുടങ്ങുമ്പോൾ തന്നെ അത് എത്രയാണ് ഐഡിയലിലേക്ക് വരേണ്ടതെന്നൊക്കെ നോക്കിയിട്ടാണ്. അതാണ് ഞാൻ എയിം ചെയ്യുന്നത്. അതിനെന്നെ എൻകറേജ് ചെയ്യാൻ പറഞ്ഞുകൊണ്ട് വേണം നമ്മളിത് അങ്ങനെയുള്ളവരോട് ഇങ്ങനെ നമ്മളെ എന്താ നിരുത്സാഹപ്പെടുത്താൻ വരുന്നവരോട് അങ്ങനെ പറഞ്ഞു നിൽക്കാനുള്ള ഒരു കപ്പാസിറ്റിയും കൂടെ ഡെവലപ്പ് ചെയ്തിട്ട് വേണം നമ്മളിതിലേക്കൊക്കെ ഇറങ്ങാനായിട്ട്. ക്ലിനിക്കലി സപ്പോർട്ടഡ് ജീവിതശൈലി ക്രമീകരണത്തിൽ രോഗലക്ഷണങ്ങളെ അല്ല ഫോക്കസ് ചെയ്യുന്നത്, അതിൻ്റെ അടിസ്ഥാന കാരണമായ ശരീരഘടനയിലെയും ഹോർമോൺ ബാലൻസിലെയും ഇമ്മ്യൂണിറ്റിയിലെയും വ്യതിയാനങ്ങളെയും അവയ്ക്ക് കാരണമായ ജീവിതശൈലിയിലെ അപാകതകൾ പരിഹരിക്കാനുമാണ്. അതുകൊണ്ടാണ് ഏത് പ്രായത്തിലുള്ള ആൾക്കും ഒരേ സമയം വ്യത്യസ്ത രോഗങ്ങൾക്കും രോഗലക്ഷണങ്ങൾക്കും അസ്വസ്ഥതകൾക്കും ആശ്വാസം ലഭിക്കുന്നത്. രോഗമുക്തിക്ക് ആധാരം ഇമ്മ്യൂൺ സിസ്റ്റമാണ്. ഇമ്മ്യൂൺ സിസ്റ്റത്തിന് ഉത്തമമായി പ്രവർത്തിക്കാനുള്ള അവസരം ഒരുക്കുകയും അതിലൂടെ ശരീരത്തിൻ്റെ സെൽഫ് ഹീലിംഗ് പവറിനെ ഉത്തേജിപ്പിക്കുകയുമാണ് വേണ്ടത്. സ്വയം ജീവിതശൈലി ക്രമീകരിച്ച് ആരോഗ്യം ഉത്തമമാക്കി നിലനിർത്താനാണ് എല്ലാവരും ശ്രമിക്കേണ്ടത്. അതിന് കഴിയാതെ വരികയോ ഹൃദ്രോഗവും ക്യാൻസറും പോലുള്ള മാരക രോഗങ്ങൾ സംശയിക്കപ്പെടുമ്പോഴും ഒന്നിൽ കൂടുതൽ രോഗങ്ങളുള്ളവർക്കും മരുന്നുകൾ ദീർഘകാലം ഉപയോഗിക്കേണ്ടി വരുന്നവർക്കും മരുന്നുകൾ കൊണ്ടും അസ്വസ്ഥതകൾ മാറ്റാൻ കഴിയാതെ വരുമ്പോഴും ഓപ്പറേഷൻ ആവശ്യമായി വരുന്നവർക്കുമാണ് ക്ലിനിക്കൽ സപ്പോർട്ടോടെയും സൂപ്പർവിഷനോടെയും ഉള്ള ജീവിതശൈലി ക്രമീകരണം ആവശ്യമായി വരുന്നത്. ജീവിതശൈലി ക്രമീകരണത്തിൻ്റെ ശാസ്ത്രീയ വശങ്ങളെക്കുറിച്ചും ക്ലിനിക്കൽ സപ്പോർട്ടോടെയുള്ള ജീവിതശൈലി ക്രമീകരണത്തെക്കുറിച്ചും വെബ്സൈറ്റിൽ നിന്നും യൂട്യൂബിൽ നിന്നും കൂടുതൽ അറിയാനാകും. ഡോക്ടറേക്കാൾ അറിവ് നേടാം എന്ന യൂട്യൂബ് സീരീസിലെ വീഡിയോകളും നൂതന സമീപനം എന്ന സീരീസിലെ ആദ്യ വീഡിയോയും നിങ്ങളുടെ രോഗത്തെക്കുറിച്ചുള്ള വീഡിയോയും ചികിത്സ എങ്ങനെയാവണം എന്ന സീരീസിലെ വീഡിയോയും കാണാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. ഫേസ്ബുക്കിലും യൂട്യൂബിലും എല്ലാ ശനിയാഴ്ചയും 2:30-നുള്ള ലൈവ് എപ്പിസോഡുകളും നിങ്ങളുടെ രോഗവുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞുപോയ എപ്പിസോഡുകളും കാണുന്നത് നല്ലതാണ്. താങ്ക് യു.